വഴിയയിലൻ കൂടെയിരിക്കും നാ ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കോ പെറ്റ തള്ള ഏക്കാളുറ്റു സ്നേഹിക്കും നാ പെറ്റ തള്ള ഏക്കാളുറ്റു ദൈവത്തിനു സ്തോത്രം ഇന്നുമെന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നു. അടിയങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇടവ ദിനത്തിൻ്റെ ഈ രണ്ടാമത് കൺവെൻഷൻ്റെ ദിനം ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കോണം സർവശക്തനായ ദൈവം അവിടുന്ന് സാവകാശവും അവസരവും തന്നതിനായിട്ടും ആയുസ് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവീയ സാന്നിധ്യത്താൽ ദേവാലയം നിറഞ്ഞിരിക്കാൻ സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങളെ അവിടുന്ന് കൈക്കൊള്ളുന്ന ദൈവമാ കർത്താവെ, ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ കുറവുള്ള കുറ്റങ്ങളൊന്നും ഓർക്കാതെ വണ്ണം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. നിൻ്റെ സകല ഭാരവും എൻ്റെ മേൽ വെച്ച് കൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകാൻ ഒരു നാളും സമ്മതിക്കില്ലെന്ന് അറിയിച്ചത് കർത്താവെ. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനായിട്ട് അവിടുന്ന് കൂടെ ഇരിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ദൈവകരങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ മധ്യസ്ഥ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളിന്മേലും കർത്താവിൻ്റെ കരുവടുന്ന് പ്രവർത്തിച്ചിരിയാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, രോഗങ്ങളാൽ വേദനകളാലൊക്കെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. കർത്താവെ, സൗഖ്യമാക്കുന്ന കരം നിൻ്റെ മക്കളുടെ മേൽ അവിടെ തൊടുമാറാകണമേ. കർത്താവ് തൊട്ടവരും അങ്ങേ തൊട്ടവരും എല്ലാം സൗഖ്യമായല്ലോ. കർത്താവിൻ്റെ ആ വലിയ ആണിപ്പഴത്തിൻ്റെ കരസ്പർശനം നിൻ്റെ മക്കൾക്ക് അനുഭവമാക്കി സൗഖ്യം ലഭിച്ച് എന്നെ കർത്താവ് വിടുവിച്ചു. എൻ്റെ രക്ഷൻ ജീവിക്കുന്നു. ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് മതിയായെന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ അവിടെ നിൻ്റെ മക്കളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിച്ചു കൊടുത്ത് നിൻ്റെ മക്കളെ എല്ലാം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. കടന്നു വന്നാൽ ഞങ്ങളെല്ലാവരെയും വീണ്ടും ഒരുപോലെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, കുറവുകളൊക്കെ ക്ഷമിക്കുന്ന ദൈവം, ഞങ്ങളെ അവിടുന്ന് കൈക്കൊള്ളുന്ന ദൈവം, ഞങ്ങളെ ഇവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാകിയ സ്തോത്രം. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവ് അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് നേതൃത്വം പ്രിയപ്പെട്ട വർഗീസ് പിൽവച്ചനായിട്ട് സ്തോത്രം. അച്ഛനിലൂടെ ഈ നാളുകളിൽ ലഭിക്കുന്ന എല്ലാ നേതൃത്വത്തിനായിട്ട് സ്തോത്രം. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവെ, ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നയിച്ചു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവാനും അങ്ങേ ശരണം പ്രാപിച്ച് ജീവിപ്പാനും ഞങ്ങളുടെ ഓരോ ജീവിത നാളുകളിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് കർത്താവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കണം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നുവെന്ന് നീക്ക് നിലനിൽക്കുന്നു വലിയ വാഗ്ദത്തം ഞങ്ങൾ തന്നിരിക്കാൻ സ്തോത്രം. കർത്താവെ, കുറവുകളൊക്കെ ഉണ്ട് കർത്താവെ, പോരായ്മകളൊക്കെ ഉണ്ട് കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഇന്നത്തെ വചനം വിഭാഗിച്ചിരുന്ന പ്രിയപ്പെട്ട ശോമിലച്ചനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് സൗലത്തിനും മതിയാനും സാക്ഷിപ്പാനും കർത്താവെ, 3 ദൈവപുരുഷന്മാരുടെ നടുവിൽ 4ാമതായിട്ട് കർത്താവ് ഇറങ്ങി വന്ന് അവിടുന്ന് പ്രവർത്തിച്ച ദൈവം ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ അവിടുന്ന് കൂട്ടാളിയായിട്ട് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെയും അവിടുന്ന് വഴി നടത്തുവാൻ ശക്തനാകുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, ആ വലിയ കർത്താവ് വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ തുടർന്നുള്ള നാളുകളും നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇന്നത്തെ വചനം ഘോഷിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ ദൈവം സഹിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ കർത്താവെ, എല്ലാ ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമേ. അച്ഛൻ്റെ കർത്താവെ മടക്കി യാത്രയിൽ കൂടെ ഇരിക്കണമേ. അനുഗ്രഹമായുള്ള വചന ശുശ്രൂഷയിൽ നിന്ന് അടിയങ്ങൾക്ക് ലഭിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിയിൽ കർത്താവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആയുസ്സിൻ്റെ നാളൊക്കെയും കർത്താവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെന്ന് മശിയാ മൂലം യാചിക്കുന്നു. ദൈവയുടെ കെട്ടുത്തരമറിമാറാകണമേ. ഇന്ന് വന്നുകൂടിയിരിക്കുന്നവരെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഈ വർഷത്തെ ഇടവക ദിനത്തോട് അനുബന്ധിച്ചുള്ള വാർഷിക കൺവെൻഷൻ അതിൻ്റെ 2ാം ദിനത്തിൽ നാം വന്നുചേർന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എങ്ങനെയായിരിക്കണം, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത എന്തായിരിക്കണം, എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു വിശ്വാസി പ്രതികരിക്കേണ്ടത്, ഇത് നമ്മൾ വളരെ ആഴമായ അച്ഛൻ്റെ ചിന്തകൾ
നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ രാത്രി നമ്മളോട് നല്ല രീതിയിൽ ഇടപെട്ടു. എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാനായി നമുക്ക് മനസ്സിനെ ഒരുക്കാം. ഹൃദയത്തെ ദൈവമേ നല്ല നിലമാക്കി ഒരുക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി അത് ഗ്രഹിപ്പാൻ, അത് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെയും ഹൃദയങ്ങളെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അനുഭവിച്ചറിയുവാനായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് മെയിൻ മെസ്സേജിലേക്ക് കയറാം. എബ്രായ ലേഖനം 4:16 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയില്ലുക. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തിലുള്ള സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയില്ലുക. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ മാടി വിളിക്കുകയാണ്. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് അടുത്തു വരിക. അടുത്തു വരിക എന്ന് പറയുന്നത് ആരോടാണ്? അകന്നു നിൽക്കുന്നവരോടാണ് പറയുന്നത്. അല്പമെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വരാൻ മടിച്ചു നിൽക്കുന്നവർ ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനാണ് അടുത്തു വരിക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. അടുത്തു വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ്? കരുണയും കൃപയുമാണ്. ദൈവത്തിൻ്റെ കരുണയും കൃപയും തൽസമയത്ത് നമുക്ക് ലഭിക്കും. കാരണം നമുക്ക് കരുണയും കൃപയും തക്ക സമയത്താണ് വേണ്ടത്. ചില സമയത്ത് ദൈവത്തിൻ്റെ കരുണയും കൃപയും ഇല്ലാതെ നമുക്ക് നിലനിൽപ്പാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തെ ദിനംതോറും നിലനിർത്തുന്നത്. ആ കൃപയും കരുണയും പ്രാപിപ്പാനായിട്ട് നമ്മൾ അല്പം കൂടെ ദൈവത്തോട് അടുത്ത് വരുവാനായിട്ട് ഇടയാകണം. നമ്മുടെ ഈ കൺവെൻഷൻ എന്തിനാണ്? നമ്മുടെ ഈ കൺവെൻഷൻ്റെ 2 ദിവസത്തെ ദൈവവചന പഠനം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടത് ഒരു പടിയുടെ ദൈവത്തോട് അടുക്കുവാനായിട്ട് സാധിക്കണം. കൃപാസനത്തിലോട് അടുക്കുവാനായിട്ട് സാധിക്കണം. കൃപാസനം എന്ന് പറയുന്നത് ദൈവശബ്ദം കേൾക്കുന്നിടമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് അല്പം കൂടി അടുത്ത് വരുവാനായിട്ട് സാധിക്കണം. കൃപാസനം അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അതിവിശുദ്ധിയോട് അല്പം കൂടെ അടുത്ത് വരുവാൻ നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്പം കൂടെ അടുത്ത് വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും കരുണയും കൃപയും കൂടുതൽ അനുഭവിപ്പാൻ പ്രാപിപ്പാൻ നമ്മെ തന്നെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കണം, ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. അതിന് ഇന്നത്തെ വചന കേൾവി ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എം പി സോളമനച്ചൻ ഇന്നലെ, എം പി ശമുവേലച്ചൻ ഇന്നലെ വളരെ അനുഗ്രഹീതമായ ദൈവവചനം നമ്മോട് അറിയിച്ചു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ശ്രവിക്കാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ ആഴമായി ദൈവവചനം പഠിച്ചയാളാണ്. വേദപുസ്തകത്തിൽ ആഴമായി പഠിച്ച് റിസർച്ച് ചെയ്ത ആളാണ്. PhD കഴിഞ്ഞ വർഷം അച്ഛന് ലഭിച്ചു. കോട്ടയം സെമിനാരിയിൽ അച്ഛൻ റിസർച്ച് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ മാങ്ങാനം ഓറിയൻറ്റേഷൻ സെൻ്ററുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അച്ഛനാണ് നമ്മുടെ വേദപഠന സഹായി പോലുള്ള വിവിധ പബ്ലിക്കേഷൻസിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ആഴമായ ചിന്തകൾ അച്ഛൻ ഇന്നലെ നമ്മളോട് ഷെയർ ചെയ്തു. ഇന്ന് നമ്മളത് കേൾക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ 2 ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വളരെയധികം സന്തോഷപ്രദമായിരുന്നു, അനുഗ്രഹപ്രദമായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അച്ഛനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം കൂടുതൽ അനുഗ്രഹത്തോടെ ദൈവകൃപയോടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തീഷ്ണതയോടെ തീവ്രതയോടെ പ്രവർത്തിപ്പാൻ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ താമസിപ്പിച്ച് നമ്മുടെ VI മാത്യുവെങ്കിലും നിർമ്മല ആൻറ്റിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസങ്ങൾ. അച്ഛൻ ഈ 2 ദിവസവും അവിടെയാണ് താമസിച്ചത്. അവിടെ നിർമ്മല ആൻറ്റി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അച്ഛനെ ബലപ്പെടുത്തി. അതുപോലെ തന്നെ ഭക്ഷണം നമ്മുടെ ജെനിയുടെ വീട്ടിൽ ഒരു ദിവസം ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ആനി വർഗീസും ഭക്ഷണം നൽകി. എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ആദ്യമേ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു പാട്ടുകൂടെ പാടി ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോകും, എൻ്റെ കണ്ണുനീരെല്ലാം അവൻ തുടച്ചു കളയും, അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ. അതുകൊണ്ട് ആ പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ മക്കൾ
ആ പ്രത്യാശയോടെ കർത്താവിനെ നോക്കിയിരിക്കുന്ന, അവൻ രാജാവായി വെളിപ്പെടുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ചേർന്ന് പാടുന്ന പ്രത്യാശയുടെ ഗാനമാണ് ഈ ഗാനം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഗാനം പാടാം. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ, അവൻ എൻ്റെ ആപത്തിലും രോഗത്തിലും വൻ പ്രയാസങ്ങളിലും അവൻ മതിയായവനാണ്. ഈ അനുഭവമുള്ള എല്ലാവരും കൈയടിച്ച് ചേർന്ന് ഈ ഗാനം ഗായക സംഘത്തോടെ ചേർന്ന് പാടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പ്രിയപ്പെട്ട അച്ഛൻ പ്രസംഗിക്കുന്നതാണ്. എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, മലമേൽ കയറി എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ, എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, അവനാഞ്ജനുമേ നിന്റെ സ്നേഹത്തിനുറവിടമേ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സത്യനാം വന്ദനാം നായകൻ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സത്യനാം വന്ദനാം നായകൻ, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രിയാൽ നിതുണായി എന്നെ അനുദിനം വഴി നടത്തും, പകൽ മേഘസ്തംഭം രാത്രിയാൽ നിതുണായി എന്നെ അനുദിനം വഴി നടത്തും, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ, എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ, അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും, അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ ലോകത്തിൽ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ,
നമുക്ക് പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് മാർഗദീപമായി നീ തന്നിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ബോധത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളോട് അത് സംവദിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം ഈ സമൂഹത്തിൽ എപ്രകാരം സാക്ഷ്യം അനുഭവം പകരണമെന്ന് ഞങ്ങളെ പ്രചോദിപ്പിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വഴികളിൽ നിന്റെ പാത കാണിച്ചു തരുന്ന വചനത്തിൻ്റെ ആ അത്ഭുതങ്ങളെ തിരിച്ചറിയുവാൻ ഈ രാത്രികാലം അവിടുത്തെ ആലോചന ഞങ്ങൾക്ക് പകർന്നു തരണമേ. യേശുവിൻ്റെ ധന്യനാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള വർഗീസ് ഫിലിപ്പച്ചൻ, കർത്താവിൽ വാത്സല്യമുള്ള വിശ്വാസ സമൂഹമേ, വട്ടിയൂർക്കാവ് സെൻറ് പോൾസ് മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ 2ാം ദിവസം രാത്രി യോഗത്തിലേക്ക് നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തിനൊരിക്കൽ കൂടെ നന്ദി പറയട്ടെ. എന്നെ സംബന്ധിച്ച് ഈ ഇടവകയിൽ പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ദൈവവചനത്തെ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയെ ഗൗരവമായി എടുക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം ദൈവവചനത്തെ ഒരുമിച്ച് പങ്കിടുവാൻ ലഭിച്ച ഈ അവസരം വലിയ ഭാഗ്യമാണ്, വലിയ സന്തോഷമാണ്. ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി എന്നെ ശ്രവിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ആശയങ്ങൾ പങ്കിടാൻ താല്പര്യപൂർവ്വം ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായ സന്തോഷവും നന്ദിയും ആദ്യമേ അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട വർഗീസ് ഫിലിപ്പച്ചനോടുള്ള പ്രത്യേക സന്തോഷം, അതിനെ മുഖാന്തരമായ ഒരർത്ഥത്തിൽ പ്രിയപ്പെട്ട സാബു അലക്സ് സാറിനോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കട്ടെ. ഈ 2 ദിവസമായി ഞാൻ താമസിക്കുന്ന പ്രിയപ്പെട്ട റോയ് അങ്കിളുടെയും നിർമ്മല ആൻറ്റിയുടെയും ഭവനത്തെ ഈ ദിവസങ്ങളിൽ എനിക്ക് ഭക്ഷണമൊരുക്കിയ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവരോടുമുള്ള പ്രത്യേക സന്തോഷം അറിയിക്കട്ടെ. ഞാൻ എൻ്റെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ഞാനിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തെയും എൻ്റെ ശുശ്രൂഷയെയും ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്നറിയാം. അതുകൊണ്ട് ഞാനത് ചുരുങ്ങിയ സമയം അതിനുവേണ്ടി എടുക്കുക. മാർത്തോമാ സഭയിലെ വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാപനമാണ് തോമസ് മാർ അത്തനേഷ്യസ് മെമ്മോറിയൽ റിസർച്ച് ആൻഡ് ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. നിങ്ങൾക്കിവിടെ വളരെ അടുത്ത് യൂഹാനൻ മാർത്തോമ മെമ്മോറിയൽ സ്റ്റഡി സെൻറ്റർ പോലെ സഭയിലെ കഴിഞ്ഞ തലമുറയിലെ അനുഗ്രഹീത നേതൃത്വം നൽകിയ മേൽപ്പട്ടക്കാരനായിരുന്ന തോമസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ സ്മരണ നിലനിർത്തുന്ന ഒരു സ്ഥാപനമാണ് TMAM എന്ന പേരിൽ, റിസർച്ച് സെൻറ്റർ എന്ന പേരിൽ അറിയുന്ന ഈ സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം പട്ടക്കാരുടെയും അൽമായരുടെയും പഠനം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അവർ പട്ടക്കാരായതിനു ശേഷം അവർക്ക് തുടർ പഠനത്തിനുള്ള കോഴ്സുകളും പ്രോഗ്രാമുകളും ക്രമീകരിക്കുക എന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ ഒരാഴ്ച നീളുന്ന ഒരു ക്ലർജി കണ്ടിന്യൂയിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ ക്രമീകരണമുണ്ട്. എല്ലാ ഭദ്രാസനത്തിൽ നിന്നും 4 അച്ഛന്മാരെ വീതം, കേരളത്തിലുള്ള 32 അച്ഛന്മാർ ഒരുമിച്ച് കൂടി 5 ദിവസം അവിടെ താമസിച്ച് പ്രോഗ്രാം ക്രമീകരിക്കുക. അതിൻ്റെ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുക. അതുകൂടാതെ അൽമായക്കാർക്ക് വേണ്ടിയുള്ള ലേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ ഗാന്ധിജി യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് മാർ ക്രിസോസ്റ്റം ചെയർ പോലുള്ള അതിൻ്റെ പ്രസ്ഥാനവുമായി ചേർന്ന് വിവിധ പ്രോഗ്രാമുകൾ, കഴിഞ്ഞ മാസം കേരള ക്രിസ്ത്യാനിറ്റീസിനെ കുറിച്ച് 3 ദിവസം നീളുന്ന ഇന്ത്യയിലെ വിവിധ കോളേജുകളിലെ യൂണിവേഴ്സിറ്റികളിലെ സ്കോളേഴ്സ് ഒരുമിച്ചുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത്തരം മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതിലുപരി
സാധാരണ ഇടവക ജനങ്ങൾ വിശ്വാസ സമൂഹത്തിനു വേണ്ടി മാർത്തോമാ സഭ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്ന ധ്യാന പഠന പുസ്തകം, പ്രതിദിന ധ്യാന പുസ്തകം ഞങ്ങളുടെ സെൻ്ററാണ് പബ്ലിഷ് ചെയ്യുന്നത്. മാർത്തോമാ സഭ പബ്ലിഷ് ചെയ്യുന്ന ഒരേ ഒരു പ്രതിദിന ധ്യാന പുസ്തകമാണ് പ്രതിദിന വേദ പഠന സഹായി. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനുമുണ്ട്, എവറി ഡേ വിത്ത് ദ വേർഡ് എന്നുള്ളത്. ഞാൻ ട്രെയിന് വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കാറിനായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഒരു കെട്ട് പുസ്തകം കൂടെ കാണുമായിരുന്നു. ട്രെയിൻ വന്നതുകൊണ്ട് ഞാൻ 2-3 കോപ്പി കൊണ്ടുവരാൻ എടുത്തു വെച്ചു, പക്ഷേ അത് ബാഗിനകത്ത് വെക്കാനായിട്ട് വിട്ടുപോയി. എനിക്കാവും വേദപുസ്തകത്തെ ക്രമമായി പഠിക്കുന്നതിനുള്ളൊരു ശ്രമമാണത്. ഒരു വർഷം 3 ബുക്കുകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. 4 മാസത്തിലേക്കുള്ള ഡിവോഷൻസ് ഓരോ ദിവസവും ഉള്ളത് ക്രമീകരിച്ച് 4 മാസത്തിൽ ഒരിക്കൽ 3 ബുക്കുകൾ ഒരു വർഷം പബ്ലിഷ് ചെയ്യും. ഒരു ഇഷ്യൂ പഴയ നിയമത്തിലെ ഏതെങ്കിലും പുസ്തകങ്ങളായിരിക്കും. കഴിഞ്ഞ ഇഷ്യൂ യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു. അടുത്ത ഇഷ്യൂ പുതിയ നിയമത്തിലെ ഒരു പുസ്തകങ്ങളായിരിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുക്ക് റോമർക്കെഴുതിയ ലേഖനവും ഗലാത്യർക്കെഴുതിയ ലേഖനവും പഠിക്കുന്നതിനുള്ള ശ്രമമാണ്. പിന്നീട് ഒരു ഇഷ്യൂ ഒരു ക്രിസ്ത്യൻ എന്തെങ്കിലും ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ആയിരിക്കും. അടുത്ത ലക്കം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ദ ലിവിങ് വേർഡ്, ദൈവവചനത്തെക്കുറിച്ച് തന്നെ, ജീവവചനം എന്ന ആ ഒരു വിഷയത്തെ ഒരു 4 മാസത്തെ ധ്യാനത്തിന് വിഷയീഭവിപ്പിക്കാൻ. അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ സഭയുടെ ലക്ഷണറി അനുസരിച്ചുള്ള പാഠങ്ങളായിരിക്കും ധ്യാന വിഷയമായിട്ട്. അപ്പം അത്തരത്തിലുള്ള ധ്യാന പുസ്തകം ക്രമീകരിക്കുന്നത് സെൻ്ററാണ്. നിങ്ങളിൽ ചില ആളുകൾ, ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ എന്നോട് വേദപഠന സഹായി ഉപയോഗിക്കുന്ന ചില ആളുകൾ പറയുകയുണ്ടായി, വേദപഠന സഹായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പ്രത്യേകമായി സന്തോഷം. എന്നാൽ കൂടുതൽ ആളുകൾ ഇതിൻ്റെ വരിക്കാരായി തീരേണ്ടത് ആവശ്യകതയുണ്ട്. കാരണം അത്ര എഫർട്ട് ഞങ്ങളുടെ ഭാഗത്ത് നടക്കുന്നത് എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് എഫർട്ടിനൊരു ഫലമുണ്ടാവുകയുള്ളല്ലോ. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ അത് വരിക്കാരാകാനായിട്ട് ശ്രമിക്കണം. ഒരു വർഷത്തേക്ക് ഇതിന് 300 രൂപ മാത്രമാണ് വരിസംഖ്യ. 300 രൂപ അടച്ചാൽ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ പോസ്റ്റൽ അഡ്രസ്സിൽ നിങ്ങളുടെ കയ്യിൽ എത്തത്തക്ക രീതിയിലാണ് ഇത് ക്രമീകരിക്കുന്നത്. പോസ്റ്റൽ ചെലവ് ഉൾപ്പെടെയാണ് 300 രൂപ എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ അതിന് ഒരു ശ്രമം കണ്ട് നിങ്ങളുടെ അഡ്രസ്സും പണം നൽകുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പക്കലെത്തിക്കാനുള്ള ക്രമീകരണം ചെയ്യാം. ആരെങ്കിലും ഒരാൾ ഇതിനെ ചുമതലയെടുത്താൽ ഒരുമിച്ചാണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളിൽ എത്താനുള്ള സൗകര്യമുണ്ടാകും. അത്തരത്തിൽ മലയാളമോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കണമേ. ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, മറിച്ച് 2 ഡിവോഷൻ ആയിരിക്കും. മലയാളവും ഇംഗ്ലീഷും 2 ആളുകളായിരിക്കും എഴുതുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ശ്രമങ്ങളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ എൻ്റെ ദൈവവചന പഠനത്തിനായിട്ട് ഞാൻ പ്രവേശിക്കുകയാണ്. നാം ഇന്ന് വായിച്ചു കേട്ടത് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു പ്രാവശ്യം വായിച്ചത് കൊണ്ട് ഞാനത് വീണ്ടും വായിക്കുന്നില്ല. എന്നാൽ നമ്മളുടെ പ്രസംഗമധ്യേ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ അത് വീണ്ടും നമ്മൾക്ക് വായിക്കാൻ അവസരമുണ്ടല്ലോ. ഇന്നലെ വിശ്വാസത്തെ ജനിപ്പിക്കുന്ന വിശ്വാസ സാക്ഷ്യങ്ങൾ ഉണ്ടാകണം എന്നതാണ് ഞാൻ പറഞ്ഞത്. വേദപുസ്തകത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നത് വേദപുസ്തകത്തിലെ സന്ദേശങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതിന് പ്രധാനപ്പെട്ടതാണ് എന്ന് ഇന്നലെ ഞാൻ പറയാൻ ശ്രമിച്ചു. നാം നോക്കുന്നത് എവിടെ നിന്ന് നോക്കുന്നു എന്നത് നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന കാര്യമാണ്. ശരിയാണോ? നമ്മൾ നോക്കുന്നത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു മലയാള സിനിമയുണ്ട്. മോഹൻലാലും സംയുക്ത വർമ്മയും അഭിനയിച്ച ഒരു മലയാള സിനിമ. മോഹൻലാൽ അതിനകത്തൊരു അധ്യാപകനാണ്. ആ സിനിമയ്ക്കകത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ ക്ലാസ്സിൽ നടത്തുന്ന അധ്യാപകനായ മോഹൻലാൽ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത് ബാക്കി ടീച്ചേഴ്സിനൊക്കെ ഒരു അസൂയയോ, അവരിങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കും, ഇന്നെന്താണ് നിങ്ങൾ പുതിയ പരിപാടി ക്ലാസ്സിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഒരാൾ കളിയാക്കി ചോദിക്കും, കുട്ടികളെ മേശപ്പുറത്ത് കയറ്റി നിർത്തുമോ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നു, അതൊരു നല്ല ഐഡിയ ആണല്ലോ. എന്നിട്ട് അദ്ദേഹം അന്ന് ക്ലാസ്സിൽ ചെന്നിട്ട് കുട്ടികളോട് പറയും, കുഞ്ഞുങ്ങളെ നിങ്ങൾ മേശപ്പുറത്ത് കയറി നിൽക്കുക.
അവർ മേശപ്പുറത്ത് കയറി ഇരുന്നിട്ട് മേശപ്പുറത്തു നിന്ന് അധ്യാപകനെ നോക്കുക. താഴെ നിന്ന് നോക്കുന്നത് പോലെയല്ല, മുകളിൽ നിന്ന് നോക്കുന്നത്. എന്നിട്ട് കാഴ്ച മാറിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: നിങ്ങൾ നിൽക്കുന്ന ഇടം മാറിയാൽ നിങ്ങളുടെ കാഴ്ച തന്നെ മാറും, യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിന് നിർണ്ണയിക്കുന്ന ഘടകമാണ്. നമ്മൾ വേദപുസ്തകത്തെ എവിടെ നിന്നാണ് നോക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വേദപുസ്തകത്തെ നോക്കുന്നത് ഒരു റിസീവിങ് എൻഡിൽ നിന്നുകൊണ്ടാണെങ്കിൽ എന്ത് കിട്ടുമെന്നുള്ള ചോദ്യം മാത്രമായിരിക്കും വേദപുസ്തകത്തോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഗിവിങ് എൻഡിൽ നിന്നുകൊണ്ട് നോക്കിയാൽ നമ്മുടെ നോട്ടവും കാഴ്ചയല്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എങ്ങ് കൊടുക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്നലെ ഞാൻ പറയാൻ ശ്രമിച്ചതുപോലെ നമുക്ക് ഈ വേദപുസ്തകം നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ, എന്ത് മാറ്റം വരുത്താൻ സാധിക്കും എന്ന രീതിയിൽ തിരിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ഇന്നത്തെയും ഇന്നലത്തെയും നമ്മുടെ ഒരുമിച്ചുള്ള പഠനത്തിനകത്ത് എൻ്റെ ഒരൊറ്റ അറ്റംപ്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ നിൽക്കുന്ന ഇടത്തെ ഒന്ന് മാറ്റി നോക്കാനുള്ള ഒരൊറ്റ ശ്രമമായിരുന്നു. അതുകൊണ്ട് ഈ രാത്രിയിലും നിങ്ങൾ എൻ്റെ കൂടെ ആ യാത്രയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. വിശ്വാസത്തിൻ്റെ സാക്ഷ്യ അനുഭവങ്ങളെക്കുറിച്ചാണ് 2 ദിവസവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, വിശ്വാസത്തെ ജനിപ്പിക്കുന്ന വിശ്വാസ സാക്ഷ്യങ്ങൾ ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിലൂടെ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. മർക്കോസിന്റെ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യങ്ങളാണ് ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. മർക്കോസ് എഴുതിയ സുവിശേഷം നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത്. വേദപുസ്തകത്തിലെ സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷമായി കരുതുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഒരു വിശ്വാസ സമൂഹത്തോട് പങ്കുവെക്കുമ്പോൾ ആ വിശ്വാസ സമൂഹത്തിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് ഇത് പങ്കുവെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമെന്ന നിലയിൽ ഏറ്റവും അവസാന ഭാഗത്ത് യേശുക്രിസ്തു ഈ ശിഷ്യരോട് സംവദിക്കുന്നതാണ് ഇന്നത്തെ വേദഭാഗം. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുന്ന വിവിധ വിവരണങ്ങളിൽ അവസാനത്തേതായി മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്ന് വായിച്ച വേദഭാഗം. അവിടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. അടുത്ത വാചകത്തിൽ പിന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെ പോയി എൻ്റെ സാക്ഷികളാകുവിൻ. സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ് ഈ വേദഭാഗം മുൻപോട്ട് പോവുകയാണ്. വിശ്വസിക്കാത്ത ശിഷ്യന്മാരെ ശാസിച്ചുകൊണ്ട്, വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട്, വിശ്വസിക്കുന്ന ആളുകളിലൂടെ ഈ ലോകത്തിൽ നിർവഹിക്കപ്പെടേണ്ട സുവിശേഷത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം മുൻപോട്ട് പോകുന്നത്. ഭൂലോകം ഒക്കെയും പോയി സകല സൃഷ്ടിയോടും, വളരെ ശ്രദ്ധിക്കണം, സകല സൃഷ്ടിയോട്, സകല മനുഷ്യരോടുമെന്നല്ല, സകല ജാതികളോടുമെന്നല്ല, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ എത്ര വിശാലമായ ഒരു ദർശനമാണ് ഇതിനകത്തുള്ളത് എന്ന് കാണും. എന്നാൽ ഈ വേദഭാഗത്തെ സാധാരണ നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്യത്തിൽ മാത്രം നമ്മൾ പലപ്പോഴും കുടുങ്ങിപ്പോയിട്ടുണ്ട് നമ്മുടെ ആളുകൾ. ഏത് വാക്യത്തിലാണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ
രക്ഷിക്കും. അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് കുടുങ്ങിപ്പോകുന്നത്? നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോയാലുള്ള കുഴപ്പം അതിൻ്റെ വിശാലമായ തലങ്ങളെ കാണാനുള്ള കാഴ്ച നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം. എന്തുകൊണ്ടാണ് ഇവിടെ കുടുങ്ങിപ്പോകുന്നത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ എന്താണ് കുഴപ്പം? നമ്മൾ പലപ്പോഴും അത് കേൾക്കുമ്പോൾ ആദ്യം തോന്നും, ഇതിനകത്ത് ആദ്യം നടക്കേണ്ടത് ഏതാണ്? ആദ്യം നടക്കേണ്ടത് ഏതാ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആദ്യം നടക്കേണ്ടത് വിശ്വാസമാണ്, പിന്നെ സ്നാനമാണ്. ആ കുഴപ്പമാകും അല്ലേ? നമ്മൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ചെയ്യുന്നത് എന്താണ്? തിരിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചു ചെയ്യുന്നത്? നമ്മൾ ഓർക്കണം, ഈ പുസ്തകത്തിനകത്ത് ഇത് പറയുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ആവശ്യം എന്നുള്ളത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആദ്യം, പിന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ, എങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇതേ കൽപ്പനയെ നമ്മളൊന്ന് വായിക്കണം. ഇതേ കൽപ്പന മത്തായി എഴുതിയ സുവിശേഷത്തിൽ എങ്ങനെയാ പറയുന്നത്? 28-ാം അധ്യായത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കും. അവിടെ ആദ്യം ഏതാ? അവിടെ ആദ്യം എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം, പിന്നെ പഠിപ്പിക്കണം. ഇവിടോ വിശ്വസിക്കണം, പിന്നെ സ്നാനപ്പെടും. എന്താണ് ഈ വ്യത്യാസം? ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് സംഭവിക്കുക? ഈ രണ്ട് സുവിശേഷങ്ങൾ രൂപപ്പെട്ട സാഹചര്യങ്ങളുടെ വ്യത്യാസമാണത്. ഒരിടത്തൊരു മിഷണറി കോണ്ടെക്സ്റ്റിൽ രൂപപ്പെട്ടതാണ് മർക്കോസിൻ്റെ സുവിശേഷം. എന്നാൽ സഭ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ, സഭയിൽ ഉൾപ്പെടുന്ന ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള ചിന്തകൾ വരുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് അടുത്തത് പറയുന്നത്. അവിടെ പറയുന്നു, ഫസ്റ്റ് സ്നാനപ്പെടുത്തുക, പിന്നെ അവരെ പഠിപ്പിച്ച് വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ ഓർഡർ ഓരോ കോണ്ടെക്സ്റ്റിലാണ് പ്രാധാന്യമുള്ളത്. നമ്മുടെ സഭ ഇത് രണ്ടും പിന്തുടരുന്ന സഭയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സഭ ഇത് രണ്ടും പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ, മിഷണറി കോണ്ടെക്സ്റ്റിൽ വിശ്വസിക്കുകയും വിശ്വസിച്ചു എന്ന് എഴുതി വെച്ച് സത്യവാങ്മൂലം ചെയ്യുകയും ചെയ്യാതെ നമ്മൾ സ്നാനപ്പെടുത്തത്തില്ല. എന്നാൽ സഭയിൽ രൂപപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ആ ആളിനെ സ്നാനപ്പെടുത്തി സഭയുടെ ഭാഗമാക്കി അവരെ പഠിപ്പിച്ച് ഉപദേശിച്ച് പഠിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അവരെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എന്നതിനേക്കാൾ ഇത് രണ്ടും ചേർന്നു പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക എന്നതിനകത്ത് വിശ്വാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നാം കാണേണ്ടത്. വിശ്വാസത്തെയാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. നിങ്ങൾ നോക്കുക, ഈ 5 വാക്യത്തിനകത്ത് എത്ര പ്രാവശ്യം വിശ്വാസം അവിശ്വാസം എന്നൊക്കെ പറയുന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. അവർക്ക് പ്രത്യക്ഷനായിട്ട് പറഞ്ഞ് അവരുടെ അവിശ്വാസത്തെ കണ്ടിട്ട് വിശ്വസിക്കാത്തതിനാൽ അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അടക്കപ്പെടും, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. 5 പ്രാവശ്യം വിശ്വാസം എന്ന പദം ഈ ചെറിയ വാക്യങ്ങൾക്കകത്ത് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എഴുത്തുകാരനെ സംബന്ധിച്ച്, മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ലേഖകനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം എന്നത് പ്രാധാന്യത്തോടെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. വിശ്വാസത്തെ പ്രാധാന്യത്തോടെ കണ്ടാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാക്യങ്ങൾ, നമ്മുടെ വായനകൾ ആ ഒരൊറ്റ വാക്യത്തിൽ കുടുങ്ങിക്കിടന്നത് കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല.
നമ്മുടെ വായനകളിൽ പലപ്പോഴും അവിടെ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ ഉള്ളവരായി തീരണം എന്നുള്ളത്. എന്താണ് വിശ്വാസത്തിൻ്റെ അടയാളം? നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളം എന്താ? ഈ വേദഭാഗത്ത് പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആ വാക്യത്തെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചു നോക്കാം. ഈ അടയാളങ്ങൾ കണ്ടാൽ നമുക്കറിയാം, ശരിയാണല്ലോ. ഈ അടയാളങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, ഞാൻ പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെങ്കിൽ ഈ അടയാളങ്ങൾ എന്നത് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ടെസ്റ്റിംഗ് പോയിന്റ്സ് ആണ്. നമ്മൾ വിശ്വാസികളായി ജീവിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നത് സ്വയം ഒന്ന് പരിശോധിക്കാനുള്ള അടയാളങ്ങളാണ് ഇവിടെ മർക്കോസ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ നമ്മളോട് പറയുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പ്രിയമുള്ളവരെ, ഇന്ന് വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന അടയാളങ്ങൾക്കകത്ത് ഇതൊന്നുമില്ലെന്നുള്ളതാണ് പറഞ്ഞത്. വിശ്വാസമുള്ള ആൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന നമ്മുടെ വിചാരം? ഈ പുസ്തകം ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മുടെ മനസ്സുകളിൽ വിശ്വാസിയെ കാണുന്ന അടയാളപ്പെടുത്തുന്ന അടയാളങ്ങൾ എങ്ങനെയാ? ഞാൻ പറയും, വിശ്വാസമുണ്ടെന്നുള്ള തോന്നിപ്പിക്കലുകളാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ. വിശ്വാസമുണ്ട് എന്ന തോന്നിപ്പിക്കലുകൾക്കകത്ത് അത് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ നാം അതിൽ സംതൃപ്തി കണ്ട് മുൻപോട്ട് പോകുന്ന ഒരനുഭവമാണ്. ഒരിക്കൽ ഒരു സർക്കസ് നാട്ടിൻപുറത്തിങ്ങനെ ചെറിയ ചെറിയ ഗ്രൗണ്ടുകളിൽ ഈ സർക്കസ് കമ്പനികൾ വന്ന് സർക്കസ് നടത്തും. അപ്പോൾ ഒരു നാട്ടിൻപുറത്ത് സർക്കസ് ഇങ്ങനെ വന്നിങ്ങനെ ചെയ്തപ്പോൾ സർക്കസ് കമ്പനി ഇങ്ങനെ കൂടാരമൊക്കെ അടിച്ചു സർക്കസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ഗ്രാമങ്ങളിൽ മൈക്ക് കെട്ടി ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ട് സർക്കസിന് ആളുകളെ വിരുത്തും. കാണാൻ ആൾ വരും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കുറേ നേരം നോക്കിയിട്ടും ആരും അങ്ങോട്ട് സർക്കസിന് വരുന്നില്ല. അങ്ങനെ വരാതിരുന്ന ഒരു വേളയിൽ, എന്നാലും കുറച്ച് പേരെ വന്നുള്ളെങ്കിലും സർക്കസ് നടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ജോക്കർ സിനിമയ്ക്കകത്ത് ഷോ മസ്റ്റ് ഗോ ഓൺ, സർക്കസ് കളി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരുന്നേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ സിനിമ ഇതിങ്ങനെ സർക്കസ് നടത്തുകയാണ്. ഒരു ദിവസം സർക്കസ് നടത്താനായിട്ടെല്ലാം ക്രമീകരിച്ചിരിക്കുമ്പോൾ, അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇരിക്കുമ്പോൾ സർക്കസ് കൂടാരത്തിന് തീ പിടിക്കും. അതിൻ്റെ ഒരു ഭാഗത്തിന് വേറൊരു വിങ്ങിൽ തീ പിടിക്കുന്നത്. അവരവരുടെ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് തീ കെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ തീ കെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവരുടെ ആളുകളെ കൊണ്ട് മാത്രം പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ആരെങ്കിലും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്ന് അവിടെയുള്ളവരെ കൂടെ സഹായത്തിന് വിളിക്കണം, നമുക്ക് ഓടിച്ചെന്നിട്ട് സർക്കസ് കൂടാരത്തിന് തീ പിടിച്ചൊന്ന് കെടുത്താൻ സഹായിക്കാം. ഇവർ ഓടി. അപ്പോൾ അവിടെ ഏറ്റവും പ്രശ്നം, എല്ലാവരും ഈ സർക്കസ് ഷോയ്ക്ക് വേണ്ടി റെഡിയാകുന്ന വേഷം മാറുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ആകെ റെഡി ആയിരിക്കുന്ന കുറച്ച് പേര് ജോക്കർമാർ മാത്രമായിരുന്നു. അവർ പെട്ടെന്ന് ഓടി ചെന്നിട്ട് അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങളുടെ സർക്കസ് കൂടാരത്തിന് തീ പിടിച്ച് രക്ഷിക്കാൻ, അല്ലെങ്കിൽ അതിനെ തീ കെടുത്താൻ നിങ്ങളെല്ലാവരും വരണേ. അപ്പോൾ അവിടെ കൂടിയവർ പറഞ്ഞു, പല പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരസ്യം കാണുന്നത്. എന്താണ്? ആളെ കൂട്ടാനുള്ള പല അടവുകൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞത് സത്യമാണ്, സർക്കസ് കൂടാരത്തിന് തീ പിടിച്ചു. പക്ഷേ ഇവർ ധരിച്ചിരിക്കുന്ന വേഷം കൊണ്ടാണ് ഇവർ പറഞ്ഞതിനെ വിശ്വസിക്കാൻ പറ്റാതായി പോകുന്നത്. പലപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നാം പറയുന്നത് സത്യമായിട്ട് പോലും അത് വിശ്വസിക്കാൻ പറ്റാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കൊടുക്കുന്ന മെസ്സേജിനനുസരിച്ച് നമ്മൾ വേഷം ധരിക്കുന്നുണ്ടോ എന്നുള്ള, വേഷം എന്ന് പറഞ്ഞാൽ ഈ കുപ്പായം എടുത്തിടുന്നുണ്ടോ എന്നുള്ള പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതം നോക്കിക്കൊണ്ട് ജീവിതത്തോട് ചേർത്ത് നമ്മൾ പറയുന്ന മെസ്സേജിനെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം പറയുന്നതും
നാം ജീവിക്കുന്നതും തമ്മിലുള്ള അന്തരമില്ലായ്മ മാത്രമാണ് സുവിശേഷത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. നാം പറയുന്നതും നാം ജീവിക്കുന്നതും തമ്മിലുള്ള അന്തരമില്ലായ്മ, അതില്ലാതെ ഒരിക്കലും സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടത്തില്ല എന്നുള്ളതിന് യാതൊരു സംശയം. അതുകൊണ്ട് പറയും, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം എന്നത് വിശ്വാസത്തിൻ്റെ ഒരു സ്വാഭാവിക ഔട്ട്കമാണ്. വിശ്വാസിയുടെ ഒരു സ്വാഭാവികമായ ജീവിതത്തിനകത്തു നിന്ന് പുറത്തു വരുന്നതാണ് സാക്ഷ്യം എന്ന്. അതെന്തെങ്കിലും കാണിച്ചു വെക്കുന്ന, തോന്നിപ്പിക്കുന്ന പ്രകടനങ്ങൾക്കകത്തല്ല, മറിച്ച് അതൊരു സ്വാഭാവികതയ്ക്കകത്താണ് നാം വരേണ്ടത്. വിശ്വാസത്തിൻ്റെ സാക്ഷ്യ സാന്നിധ്യങ്ങളായിട്ട് ജീവിക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ടെസ്റ്റിംഗ് പോയിന്റ്സിനെ എടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നാം പുലർത്തേണ്ട ചില അനുഭവങ്ങളെ, നമ്മളിലൂടെ കാണേണ്ട ചില അനുഭവങ്ങളെ ഒന്ന് വിലയിരുത്താനായിട്ടാണ് ഈ രാത്രികാലം ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, അവിടുത്തെ ആദ്യത്തെ ടെസ്റ്റിംഗ് പോയിന്റ് എന്താണ്? എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങളെ പുറത്താക്കുക. ഞാൻ കൊടുക്കുന്നൊരു ടൈറ്റിൽ, ഒരു വിശ്വാസിയുടെ സാന്നിധ്യം അത് ഒരു ട്രാൻസ്ഫോമിംഗ് പ്രസൻസ് ആയിരിക്കും. രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമായിരിക്കും ഒരു വിശ്വാസി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ. ഭൂതങ്ങളെ പുറത്താക്കുക. എന്താണ് ഈ ഭൂതബാധ? മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഭൂതോച്ചാടനം എന്നത് വളരെ പ്രത്യേകമായ ഒരു ക്രിയ. യേശു ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്നതാണ് ഭൂതോച്ചാടനം. 1-ാം അധ്യായത്തിൽ യേശു ആദ്യ അത്ഭുതം തന്നെ ഭൂതത്തെ പുറത്താക്കി എന്നുള്ളതാണ്. അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനെ പുറത്താക്കും, അശുദ്ധാത്മാവിനെ പുറത്താക്കും. 5-ാം അധ്യായത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഏറ്റവും നീളം കൂടിയൊരു വിവരണം, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ലഗിയോൻ ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കുന്ന, അത്രയും വിശദീകരിച്ച ഒരു സൗഖ്യദായക ശുശ്രൂഷ വേറെ ഒരു സുവിശേഷത്തിലും കാണത്തില്ല. 20 വാക്യങ്ങളാണ് അതുള്ളത്. അത്രമാത്രം ഭൂതോച്ചാടനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം. എന്താണ് ഭൂതബാധ? ഒരുപക്ഷേ 1-ാം നൂറ്റാണ്ടിൻ്റെ കോണ്ടക്സ്റ്റിൽ, യേശു ജീവിച്ച കാലത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഭൂതബാധ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തതെല്ലാം ഭൂതബാധയായിരുന്നു, അല്ലേ? മനുഷ്യന് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതൊക്കെ ഭൂതബാധയായിരുന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പലതും തിരിച്ചറിഞ്ഞു വന്നപ്പോൾ ആ ഭൂതബാധ എന്ന് പറയുന്ന ആ അനുഭവങ്ങളെക്കാൾ അതിൻ്റെ സൂചനകൾ നമുക്ക് നൽകുന്നത് മറ്റൊരർത്ഥത്തിലേക്കാണ്. ഞാൻ ചിന്തിക്കുന്നു, മനുഷ്യ ജീവിതത്തെ ദുസ്സഹമാക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം, സുഗമമായ ജീവിതത്തിന് മനുഷ്യനെ സഹായിക്കാത്തതെല്ലാം ഭൂതബാധ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അന്തസ്സോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഈ ഒരു ഗണത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തെ നമ്മളൊന്ന് നോക്കുക. അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ മധ്യത്തിലാണ് ഈ ലഗിയോൻ ബാധിച്ച മനുഷ്യനെ നാം മനസ്സിലാക്കേണ്ടത്. അന്നത്തെ ചട്മേർ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ മർക്കോസിന്റെ സുവിശേഷത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ പഠനം നടത്തിയ ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ചട്മേർ. അദ്ദേഹത്തിൻ്റെ ബൈൻഡിങ് ദ സ്ട്രോങ് മാൻ എന്നുള്ള ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നൊരു സംഗതിയുണ്ട്. രാഷ്ട്രീയ സാമൂഹിക പ്രഷറുകൾക്കകത്ത് ജീവിക്കാൻ പാടുപെടുന്ന മനുഷ്യൻ്റെ ചിത്രമാണ് ഈ ഭൂതബാധയിലൂടെ വെളിപ്പെടുന്നത്. അന്നത്തെ റോമൻ ഭരണാധികാരികളുടെയും അവരുടെ സൈന്യത്തിൻ്റെയും പടയാളികളുടെയും ഒക്കെ ഒരു ആധിപത്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതായി പോകുന്ന ഒരു ജനതയുടെ പ്രതിനിധിയാണ് ഈ ലഗിയോൻ ബാധിച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മനുഷ്യനെ ശ്രദ്ധിക്കുക. അവൻ്റെ വാസം എവിടെയാണ്?
കല്ലറകളിലാണ് വാസം. എന്താണ് കല്ലറ? എന്തുകൊണ്ട് കല്ലറ? കല്ലറകളിൽ വാസം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്നൊരവസ്ഥയായിട്ടാണ്. അരുന്ധതി റോയ് എഴുതിയ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്നൊരു നോവലുണ്ട്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ട് എഴുതിയതാണ് അവർ ആ നോവൽ. ആ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന നോവല് ഈ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്ന നോവലാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ട്രാൻസ്ജെൻഡറായ അഞ്ചും എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെയാണ് നോവൽ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വായിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി താമസിക്കുന്നത് സെമിത്തേരികളുടെ അടുക്കലാണ്. ആ കഥയിൽ എന്താണ് പ്രശ്നം? ഈ ലോകത്തിൽ പൊതുസമൂഹം എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്നിടത്ത് അവർക്ക് ജീവിക്കാൻ പറ്റും. അവരെ സ്വീകരിക്കാൻ പറ്റാത്തൊരിടങ്ങൾ, ഭൂതകാലത്തിന് കല്ലറകൾ ഒരുപക്ഷെ ഭൂതകാലത്തിൻ്റെ അടയാളമാണ്. ഞാൻ അതിന് കൊടുക്കുന്നത് ഭൂതകാലത്തിൻ്റെ തടവറയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ. എന്തുകൊണ്ട് കല്ലറ? ഈ സമൂഹത്തിൽ നിന്ന് മാറി. ഒരുപക്ഷെ ഒരു ചിന്തകൻ പറയുന്നത്, ഒരുപക്ഷെ തൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ച് അടക്കപ്പെട്ട ഇടത്തോടുള്ള അഭിനിവേശം കൊണ്ട് അവിടെ ആയിപ്പോയതാകാം. പിന്നെ തിരിച്ചു വരാൻ പറ്റാതെ ആ ഭൂതകാലത്തിൻ്റെ തടവറയിൽ അവിടെ കഴിയേണ്ടി വന്ന ഒരു മനുഷ്യനാകാം. വർത്തമാനകാല യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യുവാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ കഴിയാനായിട്ട് വിധിക്കപ്പെട്ടൊരു മനുഷ്യനാകാം. ബന്ധങ്ങളിൽ നിന്നകന്ന് ജീവിക്കാൻ നിർബന്ധിതനായ ഒരു മനുഷ്യനാകാം. അത്തരം മനുഷ്യരുടെ ഇടങ്ങളിൽ അവിടെയാണ് അവരെ രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമായിട്ട് നമ്മൾ ആവേണ്ടത്. നമ്മുടെ സാന്നിധ്യം എങ്ങനെയാണ്? രണ്ടാമത്തെ അടയാളം അവിടെ പറയുന്നത് അവൻ വസ്ത്രം ധരിച്ചില്ല എന്നാണ്. എന്താണ് വസ്ത്രം? എന്തിനാണ് വസ്ത്രം? എന്തിനാണ് വസ്ത്രം എന്നുള്ളത് ഒരു ചോദ്യമാണ് അല്ല. എന്തിനാണ് വസ്ത്രം? നമ്മൾ വിചാരിക്കും വസ്ത്രം ധരിക്കുക എന്നത് എന്താ, അത് തന്നെ ഒരു ഒത്തിരി കാര്യം. വസ്ത്രം എന്നുള്ളത് ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഒരു എക്സ്പ്രഷൻ. സമൂഹം ഉള്ളത് കൊണ്ടാണ് വസ്ത്രം ധരിക്കേണ്ടി വരുന്നത് അല്ലേ? ആരെങ്കിലും കാണാനുള്ളത് കൊണ്ടാണല്ലോ വസ്ത്രം തന്നെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു ബോധം എൻ്റെ മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ അടയാളം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാസാക്കെല്ലാം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്തിനാ? നമ്മുടെ ഒരു സാംസ്കാരിക ഐഡൻറ്റിറ്റിയുടെ അടയാളം കൂടിയാണ് വസ്ത്രം. നമ്മൾ സംസ്കാരമായിട്ട് ഇപ്പം ഈ സാരി ഉടുത്തിരിക്കുന്ന ആളുകൾ, മലയാളികൾ സാരി ഉടുത്ത് കണ്ടാൽ ഇത് മലയാളിയാണെന്ന് അല്ലാതെ തന്നെ അറിയാം അല്ലേ? ഗുജറാത്തികൾ ഉടുത്ത് കണ്ടാൽ അവരോട് ഒരേ സാരി തന്നെ. അപ്പോൾ വെറുതെ എന്തെങ്കിലും ധരിക്കലല്ല, ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു തനിമയെ വെളിപ്പെടുത്തുന്നതാണ് എന്നുള്ളതും നാം മറന്നു പോകരുത്. നമ്മുടെ സോഷ്യൽ ലൈഫിൻ്റെ, കൾച്ചറൽ ലൈഫിൻ്റെ, ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഒക്കെ അടയാളമാണ് ഒരർത്ഥത്തിൽ നാം വസ്ത്രം ധരിക്കുന്നത്. ഇവൻ വസ്ത്രം ധരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്, ഇപ്പറഞ്ഞതൊന്നും അവനില്ല എന്നുള്ളത്. അടുത്ത പ്രയോഗം അവനെക്കുറിച്ച് പറയുന്നത് അവനെ ചങ്ങലകൾ കൊണ്ടുപോലും ബന്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എപ്പോഴാണ് ആളുകൾക്ക് നിയന്ത്രിക്കാൻ പറ്റുക? നമ്മൾ ആളുകളെ പിടിച്ചു കെട്ടിയിട്ടാൽ ആരെയും നിയന്ത്രിക്കാൻ പറ്റുമോ? നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരോടെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക എന്നാണ്. ഞാനൊരാളിനോട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ പവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ പവർ ഉള്ളതാണ്. യേശുവിൻ്റെ പ്രത്യേകത അതായിരുന്നു. യേശുവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മൾക്ക് പറയാം. ഇവിടെ തന്നെ ശ്രദ്ധിക്കുക, 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ ചെന്നിട്ടാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവൻ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് പറയുന്നത്,
അവൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അധികാരം എനിക്കുണ്ട്. നമ്മുടെ അടുക്കൽ ഈ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. ഞങ്ങൾ അന്ന് അഭിനയിക്കുന്ന നാടകത്തിൽ, എല്ലാ നാടകത്തിലും ഒരു രാജാവും കാണും, പിന്നെ കുറച്ച് രാജാവുണ്ടെങ്കിൽ പിന്നെ കുറേ ഭടന്മാരും കാണും. രാജാവ് എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യത്തെ ഡയലോഗ് എന്താണെന്നറിയാവോ? ആരവിടെ, ആരവിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നൊരു ഭടൻ വന്ന് പറയും, അടിയൻ ഇതാ. പിന്നാണ് എന്താണ് കാര്യം പറയുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? രാജാവ് ഇരിക്കുന്നിടത്തിൽ നിന്ന് ഓർഡർ കൊടുക്കും. അതാണ് രാജാവിൻ്റെ അധികാരത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ശൈലി. എന്നാൽ യേശു അതിനെ പൊളിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ ഇരിക്കുന്നിടത്തുനിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ എല്ലാ അധികാരവും ഉണ്ടെന്ന്. അടുത്ത് ചെന്നിട്ട് അപ്പം പറയുന്ന അധികാരങ്ങൾ ബന്ധങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മളെ ബന്ധങ്ങൾക്കകത്താണ് ഇതെല്ലാം ഒരാളെ നിയന്ത്രിക്കാനിരിക്കുന്നത്. നമ്മൾ വടി കാണിച്ചല്ല നിയന്ത്രിക്കുന്നത്, മറിച്ച് വടി പോലും ഉപയോഗിക്കുന്നത് ഒരു കാലത്ത് ആ ബന്ധങ്ങളുടെ ഒരു തനിമയ്ക്കകത്ത്. അതുകൊണ്ട് കമ്മിറ്റ്മെൻറ്റുകളില്ലാത്ത ഒരു ജനതയുടെ മുൻപിൽ ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കടപ്പാടുകളില്ലാത്ത ജീവിതം, ആരോടും ഉത്തരവാദിത്വമില്ലാത്ത ജീവിതം, വീണ്ടും സ്വയം നശിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. തന്നെ ഞാൻ അതിന് വിശദീകരണം കൊടുക്കുന്നില്ല. ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കി. ഇപ്പോൾ പ്രത്യേകിച്ച് തൂഫാൻ്റെ കാലത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, കണ്ണു തുറന്നാൽ മതി. എത്ര ആളുകളാണ്, എത്ര ജീവിതങ്ങളാണ് സ്വയം നശിച്ചുകൊണ്ട് ഈ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, അവനോട് പേര് ചോദിക്കുമ്പോൾ ലെഗ്യോൻ എന്നാ പറയും. ഈ ലെഗ്യോൻ എന്ന വാക്ക് ആ റോമൻ പട്ടാളത്തിൻ്റെ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഈ യേശു തന്നെ അവസാനം തന്നെ ആക്രമിക്കാൻ വരുമ്പോൾ വാളെടുക്കുന്നവനോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ 1 ലെഗ്യോനിലധികം ആളുകൾ എനിക്ക് വരും. അപ്പം അത്തരത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഞങ്ങൾ പലരാണ് എന്ന് പറയുന്നതിൻ്റെ, നമ്പർ കൂടുതലാണെന്ന് പറയുന്നതിൻ്റെ, അത്തരത്തിൽ സ്വന്തം ഐഡൻറ്റിറ്റിയെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഇത്തരം ഭൂതബാധകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ഒരു വിശ്വാസിയുടെ സാന്നിധ്യം എന്ത് രൂപാന്തരമാണ് കൊടുക്കുന്നത്? നമ്മൾ വിശ്വാസികളായി ജീവിക്കുന്ന ലോകത്തിലാണ് ഇപ്പറഞ്ഞ ഭൂതബാധ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമ്മളോട് മനസ്സിലാക്കും. ഞാനും നിങ്ങളും വിശ്വാസികളായി നിൽക്കുന്ന ഈ ലോകത്തിലാണ് ഇന്ന് ഇപ്പറഞ്ഞ ഭൂതബാധകൾ മുഴുവൻ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ സാന്നിധ്യം ഈ ഭൂതബാധകളെ രൂപാന്തരപ്പെടുത്താൻ പര്യാപ്തമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസികളാണെന്ന് പറയാം. നാം കണ്ടുമുട്ടുന്ന ഇടങ്ങളെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഡിഗ്രി കാലയളവിലെ ഒരു കാര്യമാണ്. എൻ്റെ ഡിഗ്രി കാലയളവിൽ ഞങ്ങൾ 3 കൂട്ടുകാർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 2 മർത്തോമക്കാരനും ഒരു ഹിന്ദു ആയ ഒരു ചെറുപ്പക്കാരനും. ഞങ്ങൾ 3 പേർ. ഞങ്ങൾ എല്ലാ കാര്യത്തിലും എന്ത് പരിപാടിക്കും ഞങ്ങൾ 3 പേർ ഒന്നിച്ചുണ്ട്. ആ ഹിന്ദുവായ ചെറുപ്പക്കാരൻ, അദ്ദേഹം ABVPയുടെ ജില്ലാ തലത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായിരുന്നു അന്ന്. അത്തരം ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു അദ്ദേഹം, ആ ചെറുപ്പക്കാരൻ. ആ പ്രായത്തിൽ തന്നെ, ഞങ്ങൾ ഡിഗ്രി പഠിക്കുന്ന പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. ഞങ്ങൾ 2 പേർ മർത്തോമക്കാരായിരുന്നു. ഞങ്ങൾ 2 പേരും ഇത്തരം കാര്യങ്ങൾ ഒന്നും ഇൻവോൾവ് ചെയ്യാതെ ഇങ്ങനെ മാറി നടക്കുകയും, എന്നാൽ ഈ ചെറുപ്പക്കാരനോട് നല്ല സൗഹൃദം പുലർത്തുകയും ചെയ്തിരുന്നു. ഇവനിങ്ങനെ ആയതുകൊണ്ട് ഇവനെ ഒഴിവാക്കാനായിട്ടൊരിക്കലും, അവൻ നമ്മളുമായിട്ട് നല്ല കൂട്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. ഞങ്ങൾ അവനോട് നീ ഇത് നിർത്തണമെന്ന് ഒരു വാക്കുപോലും പറയാൻ അവസരം അങ്ങനെ പറഞ്ഞുമില്ല, പറയാനും പറ്റിയില്ല. എന്നാൽ ഒരു ദിവസം ഇവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു, എടാ ഞാൻ ഈ സിഗരറ്റ് വലി നിർത്തുക. ഞാൻ എന്താ പറ്റി, എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? അല്ല, നിങ്ങൾ 2 പേരും ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കെങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ചൊരു നിമിഷം ഇപ്പം അച്ഛനായതിനു ശേഷം പോലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, എൻ്റെ ഒരു
എൻ്റെയും എൻ്റെ കൂട്ടുകാരൻ്റെയും ഒരു സാന്നിധ്യം എൻ്റെ കൂടെ നടക്കുന്നവനിൽ ഒന്ന് സ്വാധീനം ചെലുത്താൻ, അവൻ്റെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കാൻ പര്യാപ്തമായി എങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോൾ ചിന്തിക്കുന്ന അച്ഛനായ ഞാൻ എത്രമാത്രം ഇതിന് പര്യാപ്തമാകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സാന്നിധ്യം രൂപാന്തരം നൽകുന്ന സാന്നിധ്യമാണോ? നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. രണ്ടാമത്തെ വാക്ക് ഇവിടെ പറയുന്നു, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് മാത്രമല്ല, രണ്ടാമത് പറഞ്ഞ വാചകം പുതുഭാഷകളിൽ സംസാരിക്കും. ഞാൻ അതിന് കൊടുക്കുന്നൊരു ടൈറ്റിൽ എ ഹാർമോണിയസ് പ്രസൻസ് എന്ന, ഒരുമിപ്പിക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സാന്നിധ്യം. എന്താണ് ഭാഷ? ഈ വാക്യം തന്നെയും പിന്നെയും പ്രശ്നമുള്ള വാക്കാണ്. പുതുഭാഷ എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭാഷ എന്നാൽ എന്താ? ഭാഷ വെറും ശബ്ദമല്ല, ആണോ? ഭാഷ അർത്ഥമില്ലാത്ത കുറേ വാക്കുകളല്ല. ഭാഷയ്ക്ക് ശബ്ദം പോലും വേണമെന്നുമില്ല, വാക്കുകൾ പോലും വേണമെന്നില്ല. വേണം. ഈ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന CJP പ്രക്ഷോഭത്തിൽ പല വീഡിയോസ് എന്നെ അത്ഭുതപ്പെടുത്തി. അതിനകത്ത് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വീഡിയോ, ഒരു പ്രക്ഷോഭത്തിനകത്ത് എപ്പോഴും ശബ്ദവും മുദ്രാവാക്യങ്ങളുമാണല്ലോ പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കുന്ന കുറേ ചെറുപ്പക്കാരെ എനിക്ക് കാണാനിടയായി ആ വീഡിയോയ്ക്കകത്ത്. നോക്കുക, ആംഗ്യ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അവർ പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ശബ്ദം ഞങ്ങൾക്കില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനൊരു ഭാഷയുണ്ട്. ആ ഭാഷയിലൂടെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഭാഷ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളതാണ്, ആശയ സംവേദനത്തിന് വേണ്ടിയുള്ളത്. മറ്റൊരർത്ഥത്തിൽ ആശയങ്ങളെ സംവേദിക്കാൻ പറ്റാത്തത് എന്തല്ല? ഭാഷയല്ല, അത് വെറും ശബ്ദങ്ങളാണ്. ആശയങ്ങളെ സംവേദിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇത് ഭാഷയല്ലാതായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ മനസ്സിലെ ആശയത്തെ, എൻ്റെ മനസ്സിൽ നിറയുന്ന ആശയങ്ങളെ എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എനിക്കറിയാവുന്ന വൊക്കാബുലറിയിലൂടെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് കേൾക്കുന്ന നിങ്ങൾക്കറിയാവുന്ന വൊക്കാബുലറിയുമായിട്ട് അത് വെച്ച് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാത്ത വൊക്കാബുലറി വല്ലതും ഞാൻ അബദ്ധവശാൽ പറഞ്ഞു പോയാൽ ആ സാധനം തീർന്നു. എന്നാൽ ബാക്കിയൊക്കെ ഉള്ളത് വെച്ചുകൊണ്ട് കേട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം എവിടെയാണ് ശ്രമം? നമ്മളെല്ലാവരും പരസ്പരം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കമ്മ്യൂണിക്കേഷൻസ്, ഇത്തരം പരസ്പര സംവേദനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയെ ഫോം ചെയ്യുന്നത്. ഭാഷ സമൂഹത്തെ നിർമ്മിക്കാനുള്ളതാണ്. പുതുഭാഷകളിൽ സംസാരിക്കുന്ന ഒരു ജനത എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന ജനതയാണ്. ഒരു കൂട്ടായ്മ സമൂഹത്തെ നിർമ്മിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് നാം മാറുമ്പോഴാണ് ഇവിടെ പുതുഭാഷയിൽ സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ശിഥിലമാകുന്ന ഭാഷയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് തുടങ്ങുമ്പോൾ ജനങ്ങൾക്കെല്ലാം ഒരേ ഭാഷയെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ഒരേ ഭാഷയുടെ അവസാനം വരുമ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും അവസാനം അവർ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതാവുന്നു എന്നുള്ളതാണ്. പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്നും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷകൾ ഓരോരുത്തരും അവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാർ അവിടെ കൂടി വന്നവരുടെ ഭാഷകളിൽ സംസാരിച്ചു എന്നാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നു എന്നാണ്. നമ്മളെപ്പോഴും ഓർക്കണം, ഈ അന്യഭാഷ പുതുഭാഷ എന്നൊക്കെ പറയുമ്പോൾ
അപ്പോസ്തല പ്രവൃത്തികളാണ് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം. അതെന്താണ്? കേട്ടവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേട്ടവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും അത് സാധ്യമാകുന്നതാകണം ഭാഷ. ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയുന്നു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തികളിലെ ഏറ്റവും വലിയ കാര്യം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അങ്ങനെ പരസ്പരം മനസ്സിലാകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ ആവുന്നുണ്ടോ? ഈ നാളുകളിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ യൂത്ത്സുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നം. യൂത്ത്സിൻ്റെ ഭാഷ പിടികിട്ടുന്നില്ലെന്നാണ് പറയുക. ഈ യൂത്ത്സിന് ഒരു പ്രത്യേക ഭാഷയുണ്ടോ എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഈ പുതിയ മുഖ്യമന്ത്രി ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തെ യൂത്ത്സ് വിളിച്ചത് പൂക്കി മുഖ്യമന്ത്രി എന്നാണ്. അപ്പോഴാണ് നമ്മൾ ആ വാക്ക് നമ്മുടെ ആളുകൾ പോലും നമ്മൾ പോലും ഞാൻ ആദ്യമായിട്ട് കേട്ടത് അപ്പോഴായിരുന്നു. പൂക്കി എന്ന പദം തന്നെ ഞാൻ ആദ്യമായിട്ട് കേട്ടത് അതാണ്. കാരണം ആ ജനസമൂഹത്തിൻ്റെ ഒരു യൂത്ത്സിൻ്റെ ലോകം അതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റായിട്ട് മാറുകയും ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിനെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുക. നോക്കുക, അവരുടെ ലോകത്തെ, യൂത്ത്സിൻ്റെ ലോകത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം നമുക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ചില സമയത്ത് നമ്മുടെ ഭാഷകൾ ടെക്നിക്കലാകാറുണ്ട്, യാന്ത്രികമായ ഭാഷകളായിട്ട് മാറും. നമ്മൾ എന്ത് പറഞ്ഞാലും ലളിതാംബിക അന്തർജനം എന്ന് പറയുക IAS ഓഫീസറിൻ്റെ ഒരു കവിതയ്ക്കകത്ത് അവർ പറഞ്ഞു, തൊട്ടതിനൊക്കെ താങ്ക് യു, ഒട്ടുമുഷിഞ്ഞാൽ സോറി. ഇത് പറയുന്നതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്നോ അതിൻ്റെ ആത്മാർത്ഥത എന്താണെന്നോ ഒന്നും അതിനകത്ത് പ്രശ്നമില്ല. ഇത് പറയുക എന്നുള്ള യാന്ത്രികതയ്ക്കകത്ത് ഇങ്ങനെ അങ്ങ് പോവുകയാണ് മനുഷ്യൻ. അത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ആത്മാവ് ചേർത്ത് പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വീണ്ടും നിങ്ങൾ ചില സമയത്തൊക്കെ നമ്മുടെ ഭാഷകൾ ട്രെയിൻഡ് ലാംഗ്വേജ് ആയിട്ട് മാറും. പരിശീലിക്കപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പരിശീലിപ്പിച്ചെടുക്കുക. എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചില സമയത്ത് പള്ളിയിലൊക്കെ നമ്മുടെ പലപ്പോഴും ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറും. എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷ ഇങ്ങനെ ഓരോ തലങ്ങളിൽ ഇങ്ങനെ മാറുകയാണ്. പല സന്ദർഭങ്ങളിലും നമ്മുടെ ഭാഷകൾ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഉണ്ടാകുന്ന സാമൂഹ്യ ബന്ധങ്ങളെപ്പോലും മുറിപ്പെടുത്തുന്നതായിട്ട് മാറും. ഞാൻ എപ്പോഴും വാക്ക് എന്ന് പറയുന്നതും വാക്കത്തി എന്ന് പറയുന്നത് ഒരേ റൂട്ടിൽ നിന്നുണ്ടായ വാക്കുകളാണെന്നാണ് പറയുന്നത്. വാക്കത്തിയും വാക്കും ഒരേ റൂട്ടാണ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എത്രയോ മൂർച്ചയുള്ളതാണ് ഈ സാധനം. മുറിപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ, അപരനെ ഇല്ലാതാക്കുന്ന ഭാഷ, വിഷം തുപ്പുന്ന ഭാഷ, വിഭാഗീയതകളെ സൃഷ്ടിക്കുന്ന ഭാഷ, മനുഷ്യനെ തേജോവധം ചെയ്യുന്ന ഭാഷ. സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ മതി, എത്രയധികം വിഭജിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ സമൂഹമെന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാണ്, രാഷ്ട്രീയമായിട്ട് നമ്മൾ എത്രയധികം ബഹുമാനമില്ലാതാണ് പരസ്പരം സംസാരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആകെ 4 ഗ്രൂപ്പേ ഉള്ളെന്നാണ് വിചാരിക്കുന്നത്. കുറേ കൊങ്ങികളും കുറേ കമ്മികളും കുറേ സംഘികളും കുറേ സുഡാപ്പികളും മാത്രമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. പിന്നെ കുറച്ച് മാധ്യമപ്രവർത്തകരെ മാപ്രകളുമാക്കി നമ്മളിങ്ങനെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മളെല്ലാവരും പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുന്ന ആ ഒരു ലോകം തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ശബരിമല പ്രക്ഷോഭം നടന്ന കാലയളവിൽ ഡോക്ടർ ശ്രീദേവി എന്ന് പറയുന്ന ഒരു അധ്യാപിക, അവർ ഒരു പ്രഭാഷണത്തിൽ, ഞാൻ ഉണ്ടായിരുന്ന അറ്റൻഡ് ചെയ്തൊരു മീറ്റിങ്ങിൽ അവർ പറഞ്ഞൊരു വാചകം പറയാം: അധ്യാപിക എന്ന നിലയിൽ ഞാൻ ലജ്ജിക്കുന്ന നാളുകളാണ് ഈ നാളുകൾ. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു, ഞാൻ ഈ ശബരിമല പ്രക്ഷോഭത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എൻ്റെ കുട്ടികളാകാൻ പോലും പ്രായമില്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ എത്ര അശ്ലീലമായ ഭാഷയാണ്.
ഇങ്ങനെയുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തിയ അധ്യാപകരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണല്ലോ ഞാൻ എന്ന് ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്ന് ആ സ്ത്രീ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നാം പഠിപ്പിച്ചു വിടുന്ന സൺഡേ സ്കൂൾ കുട്ടികൾ, നമ്മുടെ സമൂഹം, ഇവിടെയാണ് ഈ ഭാഷ. വിശ്വാസ സമൂഹം, വിശ്വാസമുണ്ടെങ്കിൽ നമ്മളിലൂടെ വെളിപ്പെടുന്ന ഭാഷ, ഇത് പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര വലിയ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാവണം. ഈ ഭാഷ നമ്മൾ കാണുന്നത് ഈ ഏറ്റവും നല്ല പുതുഭാഷ നമ്മൾ പറഞ്ഞ അന്യഭാഷ പറഞ്ഞൊരു വ്യക്തി യേശുവാണെന്ന് പറഞ്ഞു. യേശു കുരിശി കിടന്നുകൊണ്ട് പറഞ്ഞതാണ് യഥാർത്ഥ അന്യഭാഷ എന്ന് പറഞ്ഞു. എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ഇത് പറയുന്നതാണ്. ഇത് സാധാരണ ഭാഷയല്ല, ഇതാണ് അന്യഭാഷ, അല്ലെങ്കിൽ എന്ന് പറയേണ്ടത് ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഈ സ്നേഹത്തിൻ്റെ ഭാഷയാണ്, ഈ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് ഈ സമൂഹത്തെ ബിൽഡ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെളിപ്പെടേണ്ടത് എവിടെയാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് മാറേണ്ടത് എന്താണ്? വേദനപ്പെടുന്നവരോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ ജീവിതത്തിന് മുറിപ്പെടുത്തുന്നതല്ല, മുറിവുകളെ കൂട്ടിക്കെട്ടുന്ന സ്നേഹത്തിൻ്റെ ഭാഷ, ആശ്വാസത്തിൻ്റെ ഭാഷ, സമാധാനത്തിൻ്റെ ഭാഷ, ഈ ക്ഷമയുടെ ഭാഷ, ഇത് പറയാൻ പറ്റുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത് ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രസൻസ് ഒരു ഹാർമോണിയസ് പ്രസൻസ് ആവണം. ഞാൻ കൂടെയുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്, ഇത്രയും മതി. ഞാൻ കൂടെയുണ്ട്, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ഞങ്ങൾ കൂടെയുണ്ട്, ഇത് പറയാൻ ഇത് പറ്റുമ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളോട്, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഒക്കെ അവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയാമോ അവരൊക്കെ ഇത്തരമൊരു വാക്കുകൾ നമ്മിൽ നിന്ന് കേൾക്കാൻ. എൻ്റെ ഒരനുഭവം കൂടെ ഞാൻ മുൻപോട്ട് പോകട്ടെ. ഞാൻ വീണ്ടും ഈ നെടുമ്പ്രം പള്ളി പറഞ്ഞപ്പോൾ അച്ഛൻ ഇന്നലെ ഓർപ്പിച്ചു. ഞാൻ ഇരുന്നൊരു ഇടവകയാണ് നെടുമ്പ്രം. ആ ഇടവകയിലെ പാഴ്സനേജ് പള്ളി എന്ന് പറയുന്നത് തിരുവല്ല എടത്വ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലാണ് പള്ളിയും പാഴ്സനേജും. ഞാൻ ആ പാഴ്സനേജിൽ രാവിലെ ഷട്ടിൽ കളിച്ചതിന് ശേഷം ഞാനിങ്ങനെ ആ പാഴ്സനേജിൽ വന്നിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. വൈഫ് ജോലിക്ക് പോകുന്ന സമയം, കുഞ്ഞുണ്ട്. അപ്പോൾ വീട്ടിൽ സഹായത്തിനൊരാൾ വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നെങ്കിൽ മാത്രമേ എനിക്ക് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും കഴിക്കാൻ വേണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? അദ്ദേഹം പറഞ്ഞു, അമ്പലപ്പുഴയിൽ നിന്ന് വരിക. ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് വരുന്ന മനുഷ്യൻ ഇവിടെ വരെ വന്നിട്ട് എവിടെ നിന്ന് 1 കിലോമീറ്റർ അകത്തു കയറി വന്ന് ഇത്രയും ദൂരം വന്നിട്ട് കഴിക്കാൻ വരുന്നു? എനിക്കൊരു സംശയം തോന്നി, എന്തോ ഒരു കുഴപ്പം തോന്നി. ഞാൻ കുറേ നേരം വർത്തമാനം പറയാൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിൻ്റെ പേരെന്താ, കാര്യം എന്താ, എന്തുകൊണ്ട് അമ്പലപ്പുഴ? അദ്ദേഹം എന്നോട് പെട്ടെന്ന് പറഞ്ഞു, വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. ഇപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിലാണ് കിടക്കുന്നത്. അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഭക്ഷണം കഴിക്കും. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംഭാഷണം നല്ല ശുദ്ധ ഇംഗ്ലീഷിലായി, നല്ല ഗ്രാമറൊത്ത ഇംഗ്ലീഷിലായി. നമ്മളുടെ ഇംഗ്ലീഷ് അതൊന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തെ വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം വർത്തമാനം തുടർന്നു. അദ്ദേഹം പറഞ്ഞു, താൻ ഈ വിദേശത്ത് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ജോലിയായിരുന്നു. ജോലിക്കിടയ്ക്ക് അദ്ദേഹത്തിന് മാനസികമായ ചില പ്രയാസങ്ങൾ സംഭവിച്ചു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ ഈ മാനസിക രോഗിയെ വീട്ടിൽ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒഴിവാക്കി. ഭാര്യയും 2 കുഞ്ഞുങ്ങളും. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ കാണാനുള്ള കൊതി കൊണ്ട് അദ്ദേഹം ഈ കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്നത് അദ്ദേഹം കാണത്തക്ക അകലത്തിലിരുന്ന് ഇവിടെ താമസിക്കുക. ഞാൻ ഇദ്ദേഹത്തോട് ഇങ്ങനെ കുറേ നേരം വർത്തമാനം പറയാനായിട്ടിടയായി. വർത്തമാനം പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ വേലയ്ക്കുള്ള സഹായത്തിനുള്ള ആൾ വന്നു. ഇനി എനിക്ക് പോകാനുള്ള സമയമായി. ഞാൻ പറഞ്ഞാട്ടെ, ഞാൻ എന്ത് ചെയ്യണം? വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാവുന്നതേ ഉള്ളൂ, എന്ത് ചെയ്യണം? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛനൊന്നും ചെയ്യണ്ട. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. ഞാനത് ഓർക്കുമ്പോൾ എൻ്റെയും കണ്ണ് നിറയും. അദ്ദേഹം പറഞ്ഞു, ഇത്ര നേരം അച്ഛൻ എന്നോട് സംസാരിച്ചല്ലോ, ഇങ്ങനെ ഒരാൾ എന്നോട് സംസാരിച്ചിട്ട് എത്ര നാളായെന്ന് അച്ഛനറിയാവോ? ഞാനൊരു വിഷയം ഒഴിവാക്കാൻ വേണ്ടി സംസാരിച്ചതാണ്.
പക്ഷേ ഈ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തികട്ടി വരും, ആ മനുഷ്യൻ്റെ മുഖവും ഇതും. പ്രിയമുള്ളവരെ, എത്ര കൊതിക്കുന്നുണ്ടെന്നറിയാമോ നമ്മുടെ സമൂഹം? എത്ര കൊതിക്കുന്നുണ്ട്. ഈ ആശ്വാസത്തിൻ്റെ, ഈ സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹമായി നമുക്കിവിടെ ആകാൻ പറ്റുന്നുണ്ടോ? ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം. പുതുഭാഷകളിൽ സംസാരിക്കുന്ന ഒരു സമൂഹം. മൂന്നാമത്തെ വാക്ക്, അവർ എന്താണ് ചെയ്യുക? സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഈ വേദപുസ്തകം എങ്ങനെയാണ് വായിക്കേണ്ടതെന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. വേദപുസ്തകത്തെ ആക്ഷരികമായിട്ട് വായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആക്ഷരികമായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃത്യമായിട്ട് ഇത് അക്ഷരം പ്രതി ഇത് ശരിയാണ് അത് ശരിയാണെന്ന് വായിക്കുന്ന ചില ഭാഗങ്ങൾ അക്ഷരികമായിട്ട് വായിക്കേണ്ടതാണ്. എന്നാൽ എല്ലാം അങ്ങനെ വായിക്കാൻ പാടില്ല. ഈ ഒരു ഉദാഹരണം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ദാവീദ് രാജാവ് ബേത്ശെബയോടൊപ്പം പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കഥ പറഞ്ഞു. അതാണ് പ്രവാചക ഇമാജിനേഷൻ, പ്രൊഫറ്റിക് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പോയി കഥ പറയാനുള്ള കഴിവിനെയാണ്. ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ കഥ എന്താണ്? ഒരു മനുഷ്യന് ധാരാളം ആടുണ്ടായിരുന്നു. അവിടെ തന്നെ മറ്റൊരു മനുഷ്യന് അവൻ്റെ വീട്ടിൽ അവൻ മകളെ പോലെ വളർത്തുന്ന ഒരാടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ആട് ധനികൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ ധനികൻ തൻ്റെ വീട്ടിലുള്ള ധാരാളം ആടുകളിൽ നിന്ന് ഒന്നിനെ എടുക്കാതെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിലെ ആടിനെ, ഇത് കേട്ട ദാവീദ് കോപിഷ്ഠനായി. കാരണം എന്താ? എന്തുകൊണ്ടാണ് ദാവീദ് ദേഷ്യപ്പെട്ടത്? ആ മനുഷ്യൻ നിശ്ചയമായും മരണയോഗ്യനാണ്, അവനെ കൊല്ലണം എന്നാണ് ദാവീദ് പറഞ്ഞത്. അപ്പോഴാണ് നാഥാൻ പറഞ്ഞത് ആ മനുഷ്യൻ. എന്തുകൊണ്ടാണ് ദാവീദ് ഈ കഥ കേട്ടിട്ട് ദേഷ്യപ്പെട്ടത്? എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നില്ല. ദാവീദിന് എന്തായാലും ആ മനുഷ്യൻ താനാണെന്ന് മനസ്സിലായില്ല. മനസ്സിലായിരുന്നെങ്കിൽ, അങ്ങനെ മനസ്സിലാകാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാ? ദാവീദ് വിചാരിച്ചു ഈ പറഞ്ഞ കഥയൊരു സത്യമായിരിക്കും. ഏത് കഥ? ഈ ആടിനെ കൊന്നതായിരിക്കും വിഷയമെന്നാണ് ദാവീദ് അല്ലേ? എന്നാൽ ദാവീദിനോട് ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുന്നു, ദാവീദേ, കഥയല്ല, കഥയ്ക്കകത്ത് ഒരു സത്യമുണ്ട്. കഥയല്ല സത്യം, കഥയ്ക്കകത്ത് ഒരു സത്യം. നീ ആ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം കഥയാണ് സത്യമെന്ന് വിചാരിച്ചു പോയതാണ് നിന്റെ പ്രശ്നം. ലിറ്ററലായിട്ട് എടുക്കുക. അതിൻ്റെ ആശയത്തെ, ആന്തരിക അർത്ഥത്തെയാണ് നീ എടുക്കേണ്ടത്. സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ 2015 മുതൽ 2018 വരെ സ്റ്റേറ്റ്സിൽ അറ്റ്ലാന്റ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ. അവിടെ ഇരുന്നു എന്ന് പറയാനല്ല, അവിടെയാണ് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്, പ്രവർത്തിച്ചത്. ഞാൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയ വേളയിൽ ഒരു രസകരമായ സംഭവം ഉണ്ടായി. രസകരം ഇപ്പോൾ ഓർക്കുമ്പോഴാണ്. 2025 ജൂലൈ മാസം 28 അവിടെ ഇറങ്ങിയ ഒരു വാർത്തയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഡേവിഡ് ബ്രൂക്ക് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ കെൻറ്റുക്കി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പള്ളിയിൽ ഈ വേദപുസ്തകം സത്യമാണെന്ന് തെളിയിക്കാൻ പാമ്പിനെയും കൊണ്ട് ആരാധനയ്ക്ക് വന്ന് പാമ്പിനെ കഴുത്തിലിട്ട് സർപ്പങ്ങളെ പിടിച്ചെടുക്കുന്നത് കാണിക്കാനായിട്ടാണ് വന്നത്. ദൗർഭാഗ്യവശാൽ ഈ പിടിച്ചെടുത്ത് കഴുത്തിലിട്ട വേളയിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് തന്നെ പാമ്പ് കൊത്തുകയും അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്ത വാർത്ത. ഇത് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ, ഇതിനകത്ത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലിറ്ററലായിട്ട് ഇത് ശരിയാണ് തെറ്റാണെന്ന് തെളിയിക്കുകയല്ല ആവശ്യം. വേദപുസ്തകത്തിൽ സർപ്പം എന്നത് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്, പ്രതീകാത്മകമായ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പാപം ചെയ്യുന്നതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സർപ്പത്തെ കാണുന്നത് മുതൽ
വലിയ സർപ്പത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പുസ്തകത്തിലെ വിശദീകരണം വരെ നിങ്ങൾ നോക്കുമ്പോൾ സർപ്പം എന്നത് ഒരു പ്രതീകമാണ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻ. എന്തിൻ്റെ പ്രതീകമാണ്? സിംബൽ ഓഫ് സൈറ്റൻ, അല്ലെങ്കിൽ തിന്മയുടെ, ഈവിളിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ആ സർപ്പത്തിൻ്റെ സ്ഥാനത്ത് ഈ ഈവിളിനെ വായിച്ചു നോക്കുക. വിശ്വസിക്കുന്നവരാൽ അവരെന്ത് ചെയ്യും? തിന്മയെ പിടിച്ചെടുക്കും. പൗലോസിന്റെ ഭാഷയിൽ അവർ നന്മയാൽ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്തുകൊണ്ടല്ല, അവർ നന്മയാൽ തിന്മയെ പിടിച്ചെടുക്കും എന്നുള്ളത്. കൗശലവും കുടിലതയും ചൂഷണവും നിറഞ്ഞ ലോകത്തിൽ സാഹചര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തിന്മകളുടെ മധ്യത്തിൽ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന ഒരു സമൂഹമായി നിൽപ്പാനാണ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക? നമ്മൾ പലപ്പോഴും അതിന് പറയുന്നതിന് ഉരുളയ്ക്കുപ്പേരിയായിട്ട് മറുപടി കൊടുത്തില്ലെങ്കിൽ നമ്മളങ്ങ് കുറഞ്ഞു പോകും, നമ്മൾ ചെറുതായി പോകും എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് കിട്ടുന്നതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവിടെയാണ് നമ്മൾ വിജയശ്രീലാളിതരായിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് പ്രിയമുള്ളവരെ, വ്യത്യസ്തമായ അനുഭവത്തിലൂടെ നന്മയാൽ തിന്മയെ ജയിക്കുന്ന പരിശീലനം നമുക്ക് സാധിക്കും. കുറേ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു ജീവിതമുണ്ട്. രേഷ്മ ഖുറേഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം. രേഷ്മ ഖുറേഷി എന്നത് 2014 ആസിഡ് ആക്രമണത്തിന് വിധേയയായ ഒരു പെൺകുട്ടിയായിരുന്നു. 2014 ആസിഡ് ആക്രമണത്തിന് അവൾ വിധേയയായത്. അവളുടെ സഹോദരിയുടെ ഭർത്താവ്, അവർ തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയുടെ മുഖത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആസിഡ് ഒഴിച്ചു. മാസങ്ങളോളം ആസിഡ് ആക്രമണത്തിന് വിധേയയായി മുഖത്തിലെ ഒരു വശത്തിന്, ഇടതുവശത്തെ കണ്ണുൾപ്പെടെ ഉരുകിപ്പോയി ഈ പെൺകുട്ടി. സുന്ദരിയായിരുന്ന പെൺകുട്ടി വിരൂപമായ മുഖത്തോടെ അവൾ പറയുന്നുണ്ട്, മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിലൊന്ന് കണ്ടപ്പോൾ ഇനി ജീവിക്കണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചത്. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവന്ന കുറേ ആളുകൾ എനിക്കുണ്ട്. അതിലൊരാൾ അവളുടെ സഹോദരനാണ്. അവൻ പറഞ്ഞു, ഇവളുടെ മുഖത്ത്, വിരൂപമായ മുഖത്ത് നോക്കി അവൻ അവളോട് പറഞ്ഞു, യു ആർ സ്റ്റിൽ ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞത്. നീ ഇപ്പോഴും സുന്ദരിയാണെന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ പല ആളുകൾ അതിനകത്ത്, അവരുടെ ആസിഡ് ആക്രമണത്തിന് വിധേയരായവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു കുറേ നാൾ ഈ പെൺകുട്ടി. ആ പെൺകുട്ടി ആ സംഘടനയെക്കുറിച്ച് പറയുന്നത്, ആ സംഘടനയുടെ പേര് ഇതറിയോ? മേക്ക് ലവ് നോട്ട് സ്കാർസ്. സ്നേഹം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിർമ്മിക്കാം. മേക്ക് ലവ് നോട്ട് സ്കാർസ്. മുറിപ്പാടുകൾ വേണ്ട എന്നുള്ള, ഒരു പാടും വേണ്ട. നോക്കുക, മുറിപ്പാടുകൾ ഉണ്ടാക്കിയെടുത്ത് ആ മുറിപ്പാടുകൾക്ക് പകരം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു പുതിയ നന്മയാൽ തിന്മയെ ജയിക്കുന്ന ഒരു സമൂഹമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 3 കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചു. അത് എന്താണ്? ഒന്നാമത്, രൂപാന്തരപ്പെടുത്തുന്നൊരു സാന്നിധ്യം, ട്രാൻസ്ഫോമിങ് പ്രസൻസ്. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചു, അവരുടെ ഭാഷയെ സംബന്ധിച്ചുള്ളൊരു ഹാർമോണിയസ്, അവരെ ഒരുമിപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു സാന്നിധ്യമായിട്ട് നിൽപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമത്, തിന്മയെ ജയിക്കുന്ന ഒരു വിക്ടോറിയസ് പ്രസൻസ് ആയിട്ട്, തിന്മയെ ജയിക്കുന്ന, അതിനൊരു മാർഗമുണ്ട്. ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് നന്മയാൽ തിന്മയെ ജയിക്കുന്ന ഒരു സമൂഹമായി തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ വേദഭാഗം നമ്മളോട് പറയുന്ന ഒരു കാര്യം, അവസാനത്തെ 2 പരാമർശങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. എന്താണ്? മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ, എ ഹീലിംഗ് പ്രസൻസ്. വിശ്വാസിയുടെ പ്രത്യേകത എന്താണ്? അവർ സൗഖ്യം അനുഭവിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യുന്ന ആളുകളാണ്.
ആരാണ്? സൗഖ്യം അനുഭവിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ മരണകരമായ യാതൊന്നു കുടിച്ചാലും ഹാനി വരത്തില്ല എന്ന് പറയുന്നത് ഒരു പീഡനത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെ കൊല്ലുവാനായിട്ട് അവർക്ക് കൊടുക്കുന്ന വിഷങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പോലും അവർക്ക് ഹാനി വരത്തില്ല എന്ന് അവർ മരിച്ചു പോകില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ പോലും ആ സാഹചര്യങ്ങളെ അവർ സൗഖ്യത്തിൻ്റെ അനുഭവമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രിയമുള്ളവരെ, നമ്മൾ അനുഭവിക്കുന്ന സൗഖ്യത്തെക്കുറിച്ചുള്ളൊരു വലിയ ബോധം. സൗഖ്യം എന്നാൽ എന്താ? സൗഖ്യം എന്നാൽ നമുക്കെല്ലാം അറിയാം, രോഗമില്ലാത്ത അവസ്ഥയൊന്നുമല്ല. ആണോ? രോഗമില്ലാത്ത അവസ്ഥയാണോ സൗഖ്യം? അല്ല. രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള അത് മറ്റൊരു പ്രശ്നമാണ്. ശാരീരികവും, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡെഫിനേഷൻ തന്നെ അങ്ങനെ, ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയുടെ പേരാണ് ഒരർത്ഥത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മാത്രമല്ല ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത്. സൗഖ്യം അനുഭവിക്കുന്ന ഒരു സമൂഹം ഏത് സാഹചര്യങ്ങൾക്കകത്തും ദൈവത്തോട് ചേർന്നുള്ള ദൈവത്തിൻ്റെ കരുതലുള്ള സ്പർശനത്തെ അടുത്തറിയുന്ന അനുഭവിക്കുന്ന ആൾ. ഇന്നലെ ഞാൻ പറയാൻ ശ്രമിച്ചല്ലോ, തീച്ചൂളയുടെ നടുവിനകത്തും കുളിർമ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണവർ. തീച്ചൂളയായിരിക്കും പുറത്തുനിന്ന് നോക്കുന്നവർ, പക്ഷേ അകത്തൂടെ നടക്കുന്നവർക്കറിയാം ഇത് എത്ര AC ആണെന്ന്, എയർ കണ്ടീഷൻഡാണ്. പുറത്തുനിന്ന് നോക്കുന്നവർക്കാണ്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ അനുഭവങ്ങൾക്കകത്ത് സൗഖ്യം അനുഭവിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് ഈ സൗഖ്യത്തെ ഈ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്നുള്ളത്. ഞാൻ ഈ സൗഖ്യം അനുഭവിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് ഈ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഈ രോഗത്തിൻ്റെ സൗഖ്യമെന്ന ആ ഒരു ചെറിയ അനുഭവത്തിൻ്റെ അപ്പുറത്തേക്ക് സൗഖ്യത്തെ വിശാലമായിട്ട് നാം അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ഞാനിരുന്ന ഒരിടവകയിൽ ഞാനിരുന്ന സമയത്ത് 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ മുകളിൽ നിന്ന് ഒരു ഉയരത്തിൽ നിന്ന് താഴെ വീണ് മരിക്കാനിടയായി. ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് നമുക്കറിയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു പ്രയാസം നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. അന്ന് ആ നാളുകളിൽ ഈ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ യൂത്ത്സ് ചെറുപ്പക്കാരൊക്കെ എപ്പോഴും എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ ഇതിനകത്തൊക്കെ എൻ്റെ കൂടെ ഹൗസ് വിസിറ്റിനും ഒക്കെ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരുന്നൊരു കൂട്ടർ. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങൾക്ക് ശേഷം ക്യാൻസർ ബാധിതനായി മരിച്ചു. അവനും അധികം പ്രായമാകാൻ മുമ്പ് മരിക്കാനിടയായി. അപ്പോൾ അവരുടെ ശവസംസ്കാരത്തിന് ഞാൻ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം, മുൻപ് മരണമടഞ്ഞ ആ മകൻ്റെ അമ്മയാണ് ഈ അമ്മയെ ആശ്വസിപ്പിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നത്. എന്താണ് കാര്യം? എന്താണ് കാര്യം? അവർ പറയുന്ന വാക്കുകൾക്കാണ് ഇവിടെ വിലയുള്ളത്. ഞാൻ പറയുന്ന വാക്കിനൊന്നും അവിടെ വിലയില്ല. കാരണം ഈ അനുഭവത്തിലൂടെ കടന്ന് സൗഖ്യം ആശ്വാസം അനുഭവിച്ച ആളിൻ്റെ വാക്കുകളാണ് അവിടെ കരുത്തുള്ളതായിട്ട്. പ്രിയമുള്ളവരെ, സൗഖ്യം അനുഭവിക്കുന്ന ആളുകളാണ് വിശ്വാസികളെങ്കിൽ ആ സൗഖ്യത്തെ പകരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ കണ്ടുമുട്ടുന്ന ഇടങ്ങളെയൊക്കെ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് പറയുമ്പോൾ രോഗാതുരമായ സമൂഹത്തിന് സൗഖ്യ സാന്നിധ്യമാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. രോഗാതുരമായ സമൂഹത്തിൻ്റെ സൗഖ്യ സാന്നിധ്യമാകാൻ വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ അത് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നാം നമ്മളോട് ചോദിക്കുക. നമ്മുടെ പ്രസൻസ് ഒരു ഹീലിംഗ് പ്രസൻസ് ആയിട്ട് മാറുന്നുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് നമുക്ക് പറയാം, നമുക്ക് വിശ്വാസമുണ്ട്. നമ്മളുടെ വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്ന ഇടങ്ങൾ ഇവിടെയാകണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ
ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഈ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമായി, ഈ സമൂഹത്തിനെ ഒരുമിപ്പിക്കുന്ന ഒരു ഹാർമോണിയസ് പ്രസൻസായി, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന സാന്നിധ്യമായി, രോഗാതുരമായ സമൂഹത്തിൽ സൗഖ്യം അനുഭവിച്ചുകൊണ്ട് സൗഖ്യം പങ്കുവെക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് ആകാൻ സാധിക്കും. അത് സാധിക്കുമ്പോഴാണ് ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം അനുഗ്രഹകരമാവുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. ഈ വിളിയുടെ അർത്ഥം ആ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്, നമ്മുടെ വിശ്വാസം ഈ അടയാളങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കപ്പെടും. നാം സുവിശേഷം പറയുന്നുവെങ്കിൽ അത് കേൾക്കപ്പെടും, ആളുകൾ അതിനെ സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. ഈ സമൂഹത്തിൽ എങ്ങനെ എൻ്റെ പ്രസൻസ് ഒരനുഗ്രഹമായി മാറും എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസത്തിൻ്റെ അനുഭവം. വിശ്വാസികളുടെ പിതാവെന്ന് നാം വിളിക്കുന്നത് അബ്രഹാമാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ വായനകൾ അവിടെ നിർത്തരുത്. അബ്രഹാമേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ വലിയ ജാതിയാകുമെന്ന് പറഞ്ഞ് നമ്മുടെ വായന അവിടെ നിർത്തരുത്. അടുത്ത വാക്യമുണ്ട്, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും. എന്തിനാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്? നിന്നിലൂടെ ഈ സമൂഹം അനുഗ്രഹം പ്രാപിക്കണം എന്നത് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രസൻസ് ഈ അനുഗ്രഹ സാന്നിധ്യമാകാൻ നമുക്ക് ആയിത്തീരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞ്, ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഈ റേഡിയോയ്ക്കകത്ത് സുഭാഷിതം എന്ന് കേട്ടപ്പോൾ, രാവിലെ ചില സമയത്ത് ഈ രാവിലെ ഇങ്ങനെ കേൾക്കുക. അപ്പം അന്ന് ഏതോ ഒരു കേരളത്തിലെ ഒരു സാംസ്കാരിക നായകൻ അദ്ദേഹം പറഞ്ഞ ഒരു ചെറിയ കഥയുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കഥയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ തിരുവനന്തപുരത്തു നിന്ന് വടക്കോട്ട് യാത്ര ചെയ്ത വേളയിൽ പോയ വഴിയിൽ ഒരു കട കണ്ടപ്പോൾ എനിക്ക് തോന്നി, കണ്ടതൊരു ശവപ്പെട്ടിക്കടയാണ്. എനിക്കൊരു കൗശലം തോന്നി, ഒരു ചിന്ത തോന്നി. ഏത് കട നടത്തുന്നവരും കട തുടങ്ങുന്നതിന് മുൻപ് ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാതെ കട തുറക്കുമോ? എന്തായിരിക്കും കട തുറക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുക? ദൈവമേ, ഇന്നെനിക്ക് നല്ല കച്ചവടം കിട്ടണേന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ എന്തായിരിക്കും പ്രാർത്ഥിക്കുക? ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ. നമ്മളെല്ലാം മനസ്സിലൊരു ചിരി വന്നു. കാരണം എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ചിന്ത അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് അദ്ദേഹം ആദ്യം കണ്ട ശവപ്പെട്ടിക്കടയിൽ അടുക്കൽ വണ്ടി നിർത്തി. എന്നിട്ട് അദ്ദേഹം അവിടെ കയറി ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ കട തുറക്കാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, അതെ. ഞാൻ ചോദിക്കുന്നതിലൊന്നും വിചാരിക്കരുത്, നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? മനുഷ്യൻ പറഞ്ഞു, ദൈവമേ, ഇന്ന് എൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പെട്ടിയിൽ അടക്കപ്പെടുന്ന ആളിന് മോക്ഷം കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. നോക്കുക, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ വ്യത്യാസം ശ്രദ്ധിച്ചു നോക്കുക. തൻ്റെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു സംഗതി എന്താണ്? ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് ഇതിൽ അനുഭവിക്കുന്ന ആളിൻ്റെ നന്മയ്ക്കായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം അനുഗ്രഹമായിട്ട് തീരാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ പ്രസൻസ് ഇത്തരത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രസൻസായി, ഇത്തരത്തിൽ ഒരുമിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായി, തിന്മയെ ജയിക്കുന്ന ഒരു പ്രസൻസായി, അതിലുപരി അവസാനം ഞാൻ പറഞ്ഞതുപോലെ ഒരു സൗഖ്യദായക സാന്നിധ്യമായി തീരുമ്പോഴാണ് നാം അർത്ഥവത്തായ ഒരു വിശ്വാസ ജീവിതം ഈ ലോകത്തിൽ നയിക്കുക. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്ന ഈ അടയാളങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസയാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്കിടയാവണം. വിശ്വാസ സാക്ഷ്യത്തിൻ്റെ നല്ല അടയാളങ്ങൾ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ അനുഗ്രഹീത സാന്നിധ്യമായി കഴിഞ്ഞ 15 വർഷക്കാലം
ഈ ദേശത്ത് നിന്ന ഈ ഇടവകയ്ക്ക് വരുന്ന ആളുകളിലും നിൽക്കുവാൻ ദൈവം തമ്പുരാൻ കരുത്തു നൽകട്ടെ, പ്രാപ്തി നൽകട്ടെ, ഈ സമൂഹത്തെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച നിങ്ങളേവരോടുമുള്ള സന്തോഷവും നന്ദിയും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങൾ 93-ാമത്തെ പാട്ട് പാടുമ്പോൾ സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതാണ്. 93-ാമത്തെ പാട്ട്. പരിശുദ്ധാത്മാവിൻ ഫലങ്ങൾ പകർന്നിടണം സകലരിലും. പരിശുദ്ധാത്മാവിൻ ഫലങ്ങൾ പകർന്നിടണം സകലരിലും. അതിശയങ്ങൾ നടന്നിടട്ടെ, എല്ലാരും ഹല്ലേലൂയ പാടിടട്ടെ. അതിശയങ്ങൾ നടന്നിടട്ടെ, എല്ലാരും ഹല്ലേലൂയ പാടിടട്ടെ. ആത്മാവേ വന്നു പാർക്കണമേ, തിരുസഭയെ ഉണർത്തണമേ. ആത്മാവേ വന്നു പാർക്കണമേ, തിരുസഭയെ ഉണർത്തണമേ. സൽഫലദായകരാ ജനത്തെ അയക്കണമേ. സൽഫലദായകരാ ജനത്തെ അയക്കണമേ. ശിലകൾ പോലുള്ള ഹൃദയങ്ങൾ ഹിമമല സമമായൊരുക്കണമേ. ശിലകൾ പോലുള്ള ഹൃദയങ്ങൾ ഹിമമല സമമായൊരുക്കണമേ. ജീവൻ ഉറവകളായിടുവാൻ ശുദ്ധാത്മാവേ ഒതുക്കണമേ. ജീവൻ ഉറവകളായിടുവാൻ ശുദ്ധാത്മാവേ ഒതുക്കണമേ. ആത്മാവേ വന്നു പാർക്കണമേ, തിരുസഭയെ ഉണർത്തണമേ. ആത്മാവേ വന്നു പാർക്കണമേ, തിരുസഭയെ ഉണർത്തണമേ. സൽഫലദായകരാ ജനത്തെ അയക്കണമേ. സൽഫലദായകരാ ജനത്തെ അയക്കണമേ. നമ്മുടെ കൺവെൻഷനിൽ പങ്കുചേർന്ന് എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇന്ന് പെട്ടെന്ന് നിർത്തുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, അച്ഛന് 9 മണിക്കത്തെ ട്രെയിനിന് വിടണം. രണ്ടാമത്, എല്ലാവരും നല്ലപോലെ ഉറങ്ങി രാവിലെ നല്ല ഫ്രഷായിട്ട് എഴുന്നേറ്റ് നമ്മുടെ ഇടവക ദിനത്തിന് വരണം. രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കും. അതിന് മുൻപ് തന്നെ എല്ലാവരും എത്തിച്ചേരണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും റിഫ്രഷ്മെൻ്റ് ഉണ്ടായിരിക്കും. ചായയും ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു പൊതുസമ്മേളനം ഉണ്ടായിരിക്കും. വളരെ ഷോർട്ടാണ്, പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. അവിടെ വെച്ച് നമ്മുടെ 75 വയസ്സ് പൂർത്തിയായവരെയും 50 വർഷം കുടുംബജീവിതത്തിൽ പൂർത്തിയായവരെയും ആദരിക്കുന്ന പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങുണ്ടായിരിക്കും. എബ്രഹാം ശമുവേലച്ചൻ്റെ ഒരു സന്ദേശവും ഉണ്ടായിരിക്കും. അതോടുകൂടെ അത് ക്ലോസ് ചെയ്യുകയാണ്. ഉടൻ തന്നെ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ ഓണസദ്യ കഴിക്കും. അതുകൊണ്ട് നാളെ എല്ലാവർക്കും ഓണസദ്യ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വരും എന്നുള്ള പ്രതീക്ഷയോടാണ് നാളെ ഓണസദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സജുവാണ് അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത്. സജു വിപുലമായ സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് നാളത്തേന് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങി വരണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആദ്യം വിശുദ്ധ കുർബാന എന്ന സദ്യ, തുടർന്ന് വയർ നിറച്ച ഓണസദ്യ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ഈ കൂട്ടായ്മയിൽ നാളത്തെ ഇടവക ദിന പരിപാടിയിൽ സംബന്ധിക്കേണ്ടതാണ്. കൊണ്ടുവരുമ്പോൾ
നിങ്ങൾ ഒരു നീല കവർ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് എവിടെയോ വെച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ഇന്ന് രാത്രി തന്നെ ഒന്ന് തപ്പിയെടുത്ത് അതിൽ ഇടവക ദിന സ്തോത്രകാഴ്ച എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിലും നിങ്ങളൊരു വെള്ള കവർ എടുത്ത് അതിനകത്തൊരു നല്ല തുക നിക്ഷേപിച്ച് നാളെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പ്രത്യേകമായിട്ടുള്ളൊരു സ്തോത്രകാഴ്ചയായി അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും വരണം. കഴിഞ്ഞ വർഷം നമുക്ക് 2.5 ലക്ഷം രൂപ ആ സ്തോത്രകാഴ്ചയിൽ നിന്ന് കിട്ടി. നമുക്കത് കിട്ടിയിട്ട് പല കാര്യങ്ങൾ, അല്പം കടമൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് വീട്ടണം. അതുകൊണ്ട് എല്ലാവരും അതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കും എന്നെനിക്കറിയാം. അതെല്ലാവരും ഓർത്ത് പ്രാർത്ഥനയോടെ എല്ലാത്തിലും പങ്കുചേരണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഏലിയാമ്മ ഈശോ ആൻറ്റി പ്രാർത്ഥിക്കും. തുടർന്ന് ആശീർവാദത്തോടുകൂടെ ഇന്നത്തെ ഈ മീറ്റിംഗ് അവസാനിക്കുന്നു. ഇവിടെ വരെ നടക്കാൻ ഒക്കുമെങ്കിൽ വരാൻ ഒക്കുമെങ്കിൽ വരിക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, ഈ സന്ധ്യാസമയത്ത് കർത്താവേ, അവിടുത്തെ ആലയത്തിൽ വന്ന് നിൻ്റെ വചനത്തിന് മുൻപാകെ ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ കേട്ട വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നും അതിൻ്റെ സാക്ഷ്യം എന്തെന്നും കർത്താവേ, നിൻ്റെ മാനിൽ കൂടെ നീ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നമ്മൾ പുതിയ പള്ളിയിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രമാത്രം പുതുക്കപ്പെട്ടെന്ന് പുനഃപ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് താഴ്മ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ സാന്നിധ്യം ഈ സമൂഹത്തിൽ എന്ത് നന്മ ചെയ്യുന്നുവെന്ന് ചിന്തിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ കർത്താവേ, മറ്റുള്ളവർക്ക് സ്നേഹം പകരുന്നവരാണോ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാണോ? മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യുന്നവരാണോ എന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് താഴ്മ തരണമേ, ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള മനസ്സ് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതലമുറ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ വഴിതെറ്റിപ്പോകുമ്പോൾ അവരോട് സമാധാനത്തോടെ, സ്നേഹത്തോടെ, ഭവനത്തിൽ അവർക്ക് സ്നേഹം കൊടുപ്പാൻ, സമാധാനം കൊടുപ്പാൻ ഞങ്ങളുടെ ചെറുപ്പക്കാരായിട്ടുള്ള അമ്മമാർക്ക്, അച്ഛന്മാർ, പിതാക്കൻ്റെ മാതാപിളയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഗ്രാൻഡ് പേരൻസ് കർത്താവെ, തലമുതിർന്നവർ, അവർക്ക് മാതൃകയായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ശരിയായിട്ടുള്ള ഒരു സാക്ഷിയാണോ, വിശ്വാസത്തിൻ്റെ സാക്ഷിയാണോ എന്ന് ചിന്തിപ്പാൻ കർത്താവെ, ഞങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തെ നോക്കി കാണുവാൻ കർത്താവെ, ഇന്നലെ നമ്മൾ കേട്ട വചനം കർത്താവെ, നിൻ്റെ വചനത്തെ നോക്കി കാണുവാൻ, ബൈബിളിൽ നമ്മളോട് എന്ത് സംസാരിക്കുന്നു, ദൈവവചനം നമ്മൾ എന്തിനോട് സംസാരിക്കുന്നെന്ന് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, നീ ഞങ്ങളുടെ മുമ്പിലുള്ളതുകൊണ്ട്, കർത്താവെ, നീ ഞങ്ങളുടെ വഴികാട്ടിയായിട്ടുള്ളതുകൊണ്ട് ഞങ്ങളുടെ പാതകളെ നിരപ്പാക്കി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന കർത്താവെ, ഞങ്ങൾ നിൻ്റെ രക്ഷയിൽ സന്തോഷിക്കുന്ന കർത്താവെ. നീ ഞങ്ങൾക്ക് നന്മ ചെയ്തിരിക്കാൻ ഞങ്ങൾ പാട്ട് പാടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം, ഞങ്ങളുടെ ആത്മാവിലും ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ മനസ്സിനും കർത്താവെ നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. രാത്രിയിൽ നമുക്ക് വചനം വിളമ്പി തന്നെൻ്റെ മകനെ സമർപ്പിക്കുന്ന കർത്താവെ, ശുശ്രൂഷയിൽ കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യാത്രയിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച കർത്താവെ, നാളെ നമ്മൾ ആലയത്തിൽ വരുമ്പോൾ ഒരു പുനഃപ്രതിഷ്ഠയോടുകൂടെ വരുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ താഴ്മയായി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പറീസ്വൽ പച്ചൻ നാളെ കർത്താവെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ,
മാനവും മഹത്വം കർത്താവേ അവിടത്തേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടം ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്ന് കേട്ട വചനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.